ഗുഡ് ഈവനിങ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് essayയിലേക്കുള്ള പ്രിപ്പറേഷനെ പറ്റിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും 2026 പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. അപ്പം 2026 പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ രീതിയിലാണ് നോക്കേണ്ടത്, എങ്ങനെ നല്ലൊരു എഴുതാം, അതിന്റെ ഡിമാൻഡ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഡിമാൻഡ് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ നല്ലൊരു UPSC എഴുതാം എന്നുള്ളതിന്റെ ഓരോ കോമ്പോണന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് ബേസിക്കലി നമ്മൾ ടാർഗറ്റ് ഇന്നത്തെ ഒരു സെഷന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് UPSCയുടെ എന്ന് പറയുന്ന ഡിമാൻഡ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇതിന്റെ ഡിമാൻഡ് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, നമ്മളിപ്പം പല സ്ഥലത്തും അല്ലെങ്കിൽ PCM നിങ്ങൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും PCM പഠിച്ച കുട്ടികളായിരിക്കും. അപ്പൊ പല സമയവും നമ്മൾ പല സ്ഥലങ്ങളിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ PCM പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു essayക്കുള്ള ഗൈഡൻസ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അല്ലെങ്കിൽ പല സമയത്തും കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പൊ കുട്ടികൾ പലപ്പോഴും ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾ ഒരു എഴുതി നോക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ essayക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡിങ് സ്ട്രാറ്റജി മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാൻ എല്ലാവരും പറയുന്നില്ല, പക്ഷെ മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഈ 250 മാർക്കിന്റെ പേപ്പർ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതോ അല്ലെങ്കിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് നല്ലൊരു എഴുതുക എന്നുള്ളതോ പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു UPSC മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? അത് ഒന്ന് ആയിരിക്കും, 2 എത്തിക്സ് ആണ്, അതുപോലെ തന്നെ ഓപ്ഷണൽ പേപ്പർ അല്ലെ. സോ ഈ 3 പേപ്പർ എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ട പേപ്പറുകളാണ് ഈ പേപ്പറുകളെല്ലാം അല്ലെ. എങ്കിലും പക്ഷെ എന്താണ്, പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, ഈ എന്ന് പറയുന്ന പേപ്പർ വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. പക്ഷെ വളരെ ഈസി ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ലെസ് എഫോർട്ട് കൊണ്ട് ഹൈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, വളരെ ലെസ് എഫോർട്ട് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഹൈ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് എന്ന് പറയുന്നത്. അപ്പം യുടെ പേപ്പറിന്റെ ഉദ്ദേശം തന്നെ അതാണ്. എന്ത് ചെയ്യാം, നമ്മൾ വളരെ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏത് പേപ്പറിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ വളരെ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല റിട്ടേൺ ഓഫ് മാർക്ക് അല്ലെങ്കിൽ റിട്ടേൺ ഓഫ് അതിന്റെ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. ഓക്കെ, സോ ഈ സെഷനിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് UPSCയുടെ എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ആൻഡ് വാട്ട് ഈസ് UPSC's ഡിമാൻഡ് ഓഫ് UPSC യിൽ നിന്ന് എന്തൊക്കെയാണ് ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള എഴുതാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഒരു പ്രോപ്പർ ഡിമാൻഡ് ഓഫ് UPSC എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ബേസിക് കോമ്പോണൻസ് ഓഫ് എന്താണ്, ഒരു നല്ല ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടി വരിക എന്നുള്ള കാര്യം നോക്കണം. ഇനി ഈ എന്ത് ചെയ്യണം, ബാക്കിയുള്ളവർ എഴുതുന്നതിനെക്കാട്ടും ഒരു ബെറ്റർ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ അറിയാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്തുണ്ട്, ദർ ആർ തീംസ് ഓഫ് ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയും ഇപ്പോഴത്തെ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അബ്സ്ട്രാക്ട് ടോപ്പിക് എന്ന് പറയും. ബട്ട് ആക്ച്വലി നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 8 ടൈപ്പ് ഓഫ് ഉള്ളൂ അബ്സ്ട്രാക്ട് ടോപ്പിക്കിൽ. ബാക്കി എല്ലാം എന്താണ്, എല്ലാ വർഷവും ഈ 8 ടോപ്പിക്കിന്റെ റിപ്പീറ്റേഷൻ ആണ്. അപ്പൊ നമ്മൾ ബാക്കിയുള്ള GS1 അല്ലെങ്കിൽ GS4 പഠിക്കുന്ന സമയത്ത് പലപ്പോഴും GS2ന്റെ ചില ടോപ്പിക്കുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, GS3 പല ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഓപ്ഷനിലൊക്കെ എന്തുണ്ട്, PYQs നോക്കാറുണ്ട് അല്ലെ. എന്തിനാണ് നമ്മൾ PYQs നോക്കുന്നത്? PYQs നോക്കുന്നത് വി നീഡ് ടു മെനി ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, GS1 ആണെങ്കിലും അല്ലെങ്കിൽ GS4 ഒക്കെ എസ്പെഷ്യലി ആണെങ്കിലും അതുപോലെ ഓപ്ഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിലും PYQ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ആളുകൾ PYQ ക്വസ്റ്റ്യൻസ് നോക്കുന്നുണ്ടെങ്കിലും യുടെ PYQസിനെ പറ്റി ആരും കൺസേൺ അല്ല. കാരണം ആളുകളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആസ്പിറൻസിന്റെ ഒരു പൊതുവെയുള്ള ധാരണ എന്താണെന്ന് വെച്ചാൽ ഓരോ യും പുതിയതാണ്. അതുകൊണ്ട് തന്നെ PYQ പഠിച്ചത് കാര്യമില്ല, കാരണം അടുത്ത പ്രാവശ്യം എന്താ ചോദിക്കാൻ പോവാന്ന് നമുക്കറിയില്ല. ബട്ട് ആക്ച്വലി PYQ ആണ് എന്ന് പറയുന്നത്. എല്ലാ വർഷവും എന്താണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വേർഡിങ്സ് മാത്രമേ മാറുന്നുള്ളൂ, പക്ഷെ എന്താണ്, സെയിം ആണ്, സിമിലർ ആണ്. ഓക്കെ, സോ അത് നമുക്ക് എന്ത് ചെയ്യാം, അത് രണ്ടുകൂടി നമുക്ക് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. സോ 15th നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ തീംസ് എന്തൊക്കെയാണ്, ന്റെ തീംസ് എങ്ങനെയാണ്, PYQ ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, അങ്ങനെ എത്രയൊക്കെയാണ് തീം എന്നുള്ളതിന്റെ ഒരു സെഷൻ നമുക്ക് 15th എടുക്കാം. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇവിടം വരെയുള്ള കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ദിസ് ഈസ് അഗൈൻ വിൽ ടേക്ക് അനദർ 1.5 hours. സോ വിൽ ഡിസ്കസ് ഓൺ ദി 15th. ഓക്കെ, സോ ബേസിക്കലി ഇനിഷ്യലി നമുക്ക് ചോദിക്കാനുള്ളത് എന്താണ് എന്നുള്ളതാണ്. വാട്ട് ഈസ് സോ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഇപ്പം കുറെ കാലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് വാട്ട് ഈസ് ആൻ നിങ്ങളെ സംബന്ധിച്ചുള്ള എന്താണ് പറയാമോ?
എന്തായിരിക്കും എസ് എ നിങ്ങൾക്ക് പറഞ്ഞോളൂ. നമ്മുടെ ഒപ്പീനിയൻ മെയിൻ ആയിട്ട് ഇപ്പൊ ഒരു സബ്ജക്റ്റിന് ബേസ് ചെയ്തിട്ട് അതിൽ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ കൂടെ നമ്മുടെ ഒപ്പീനിയൻ കൂടെ ആഡ് ചെയ്യുന്ന നമ്മുടെ ഒപ്പീനിയൻ എഴുതുക എന്നുള്ളത് നമുക്ക് പറഞ്ഞു. ഈ വേർഡ് എസ് എന്റെ മീനിങ് എന്താണെന്ന് അറിയോ? മീൻസ് നമ്മൾ പൊതുവേ നമ്മൾ എസ് എന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണ് നമ്മുടെ ഈ വേർഡ് എസ് എയുടെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക്കലി എസ് എ എന്താന്ന് വെച്ചാൽ നോർമലി വാട്ട് എവർ ഇറ്റ് ഈസ് എസ് എനെ പറ്റി നമ്മൾ അതെന്താണെന്നോ അത് എങ്ങനെ ഒപ്പീനിയൻ ആണോ എന്നൊക്കെ ഉപരി ദ വേർഡ് എസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് അറേഞ്ച്ഡ് ഇൻ എ ഓർഡർലി ഫാഷൻ. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഓർഡർലി ഫാഷനിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എസ് എ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കൊരു തോട്ട് ഉണ്ടെങ്കിൽ ആ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതും അതൊരു കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഓർഡർലി ഫാഷനിൽ അറേഞ്ച് ചെയ്യണം. വെറുതെ തോന്നിയ പോലെ തോട്ട്സ് എഴുതിയാൽ പോരാ. ആ തോട്ട്സിന് എന്ത് വേണം, ഒരു കണ്ടിന്യൂറ്റി വേണം. അത് എഴുതുന്നതിന് എന്ത് വേണം, ഒരു റിലേഷൻ വേണം. സോ ഈ കണ്ടിന്യൂറ്റിയോട് കൂടിയും റിലേഷൻസിലോട് കൂടിയും ഒരു തോട്ട് പ്രോസസ് അല്ലെങ്കിൽ ഒരു എസ് എ എഴുതുന്നതിനെയാണ്, ഒരു തോട്ട് പ്രോസസ്സിനെ എഴുതുന്നതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുക, എസ് എ എന്ന് വിളിക്കാൻ പറ്റുക എന്നുള്ളതാണ്. സോ ബേസിക്കലി എന്തൊക്കെ കൊണ്ടാണ് UPSC എസ് എ ഈ ഒരു പേപ്പറിന്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ നമുക്ക് GS1 ഉണ്ട്, GS2 ഉണ്ട്, GS3 ഉണ്ട്, GS4 ഉണ്ട്. അപ്പം ഓപ്ഷൻ സബ്ജക്റ്റും ഉണ്ട്. ഇത്രയും പേപ്പറിന്റെ കൂടെ എന്തുകൊണ്ട് ഒരു അഡീഷണൽ സബ്ജക്റ്റ് ആയിട്ട് എസ് എ ആഡ് ചെയ്തു? എന്താണ് UPSCയുടെ ഡിമാൻഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ബേസിക്കലി എസ് എന്ന് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും റൈറ്റ്ഫുൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അനലറ്റിക്കൽ എബിലിറ്റി ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അനലറ്റിക്കൽ തിങ്കിങ് എങ്ങനെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് എസ് എ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് UPSC എന്ത് ചെയ്യുന്നത്, എസ് എ ഈ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിപ്പോ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെറുതെ പോയിട്ട് നമുക്കൊരു സാധനം എഴുതാൻ പറ്റില്ല. വളരെ അനലറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തോട്ട് പ്രോസസ് എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ അനലറ്റിക്കൽ തിങ്കിങ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൃത്യമായിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എസ് എ വായിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിലൊക്കെ ഉപരി UPSC ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്ലാരിറ്റി ഓഫ് തോട്ട്. ഇപ്പൊ പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും. നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ വളരെ എന്തായാലും ക്ലംസി ആയിട്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ചിന്തകൾ എന്തല്ല, ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഉണ്ടാവില്ല. അപ്പൊ ആ തോട്ടിന്റെ ക്ലാരിറ്റി എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ് എയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് ചെക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ഒരു ജനറൽ അവയർനെസ് എങ്ങനെയാണ്, ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു അവയർനെസ് എന്താ എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, എസ് എ ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഐഡിയാസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ റിഫ്ലക്ഷൻ ഓഫ് വാല്യൂസ്, നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ള ആളാന്നൊക്കെ ഉള്ളത് ഒരു എസ് എ വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ്സ് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ തോട്ട് പ്രോസസ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ വാല്യൂ സിസ്റ്റം എത്രത്തോളം സ്ട്രോങ് ആണ്, ആർ യു എ ഫിറ്റ് ഇനഫ് ടു ബി എ സിവിൽ സർവന്റ് എന്നുള്ള വാല്യൂ, സിവിൽ സർവന്റിന് വേണ്ടിയിട്ടുള്ള വാല്യൂസും സിവിൽ സർവീസിന് വേണ്ടിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എത്തിക്കൽ പെർസ്പെക്റ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആൻഡ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഹൗ വെൽ യു ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് യുവർ ഐഡിയാസ് ആൻഡ് തോട്ട്സ് ഇൻ ടു വേർഡ്സ്. ഈ തോട്ട്സ് വേർഡ്സ് ആക്കുക എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ഇപ്പൊ ഇതിനകത്ത് ഭയങ്കര വലിയ ഇംഗ്ലീഷ് വേണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്താണ്, ആ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ ഐഡിയാസ് കൃത്യമായിട്ട് എക്സാമിനറിന്റെ അടുത്ത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നല്ലൊരു എസ് എഴുതുന്ന ആളുകൾക്ക് ആളുകളോട് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. അപ്പം ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനുള്ള ലാംഗ്വേജ് എന്ത് ചെയ്യണം, എന്തായാലും എസ് എയിൽ വേണം. ഇപ്പൊ GS ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതാൻ പറ്റും. ഇവിടെ ഗ്രാമാറ്റിക് മിസ്റ്റേക്സിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നുണ്ടെങ്കിലും എസ് എയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സെന്റൻസ് ഫോംഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും, ഗ്രാമറിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഒരു സൂപ്പർ എന്താ പറയുന്ന ഒരു ശശി തരൂർ ലെവലിലേക്കുള്ള ഇംഗ്ലീഷ് നമുക്ക് വേണ്ട. വളരെ ബേസിക് ആയിട്ടുള്ള നമ്മൾ NCERT പറയുന്ന പോലെ വളരെ സുഖമായിട്ടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ലാംഗ്വേജിന്റെ ഒരു പെർഫെക്ഷൻ എസ് എയിൽ കുറച്ചുകൂടി റെലവെന്റ് ആണ് കമ്പയർ ടു GS1, GS2, GS3 ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി UPSC എസ് എയെ പറ്റി പറഞ്ഞിട്ടുള്ള സിലബസ് എന്താണെന്ന് നമുക്ക് നോക്കാം. UPSC എസ് എയെ പറ്റി പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? സിലബസ് കണ്ടിട്ടുണ്ടോ UPSC എസ് എന്റെ? പലപ്പോഴും നിങ്ങൾ GS1ന്റെയും GS2ന്റെയും GS3ന്റെയും ഒക്കെ സിലബസ് കണ്ടിട്ടുണ്ടാവും, ഓപ്ഷണൽ സിലബസ് കണ്ടിട്ടുണ്ടാവും. എന്നാൽ എസ് എക്കും UPSC എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം അല്ലെ. സോ ഡിമാൻഡ് ഓഫ് ദ UPSC എന്ന് പറയുന്നത്, UPSCയുടെ നോട്ടിഫിക്കേഷനിൽ പേപ്പർ 1 എന്ന് പറഞ്ഞ എസ് എക്ക് കൊടുത്തിരിക്കുന്ന ഇതാണ്: എ കാൻഡിഡേറ്റ്സ് മേ ബി റിക്വയർഡ് ടു റൈറ്റ് എസ് എ ഓൺ മൾട്ടിപ്പിൾ ടോപ്പിക്സ്. They will be expected to clip closely to the subject of the essay to arrange their ideas. See, they arrange their ideas in orderly fashion and write concisely, and credit will be given for effective and exact expression. എന്ത് ചെയ്യും, ക്രെഡിറ്റ് എന്തിനായിരിക്കും കൊടുക്കുന്നത്, എക്സാക്ട് എക്സ്പ്രഷൻ അല്ലെങ്കിൽ എന്തായിരിക്കണം, അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന എഫക്റ്റീവ് ആൻഡ് എക്സാക്ട് എക്സ്പ്രഷൻ. എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി ഇനി ഈവൻ എക്സാക്ട് എക്സ്പ്രഷനെ പറ്റി അല്ല മീൻ ചെയ്യുന്നുണ്ടെങ്കിലും അതെന്താണ്, ആ ഒരു
ആ ഒരു ഇന്റർപ്രിട്ടേഷൻ എഫക്റ്റീവ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ UPSC വളരെ വളരെ ബ്രെഡ്ത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലാണ് എസ്എന്റെ ഡിമാൻഡിനെ പറ്റി UPSC പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങളുടെ ഐഡിയാസ് എന്ത് ചെയ്യണം, പല സബ്ജക്റ്റിനെ പറ്റി എഴുതണം, പക്ഷെ ആ ഐഡിയാസ് എങ്ങനെയായിരിക്കണം, ഐഡിയ ഷുഡ് ബി ഓർഡർലി ഫാഷൻ. അതുകൊണ്ടാണ് നമ്മൾ എസ്സേയിൽ എപ്പോഴും ഫ്ലോ വേണം. നിങ്ങൾ ഒരു എസ്സേ എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ എസ്സേനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഫ്ലോ എന്ന് പറയുന്ന ഒരു വേർഡ് ഒരുപാട് ഉപയോഗിക്കും. ഒരു കണ്ടിന്യൂറ്റി ഇല്ല, ഇതിന് ഒരു ഫ്ലോ ഇല്ല, അല്ലെങ്കിൽ ഇത് എഴുതിയിരിക്കുന്നതിന് ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറയാനുള്ള കാരണം എസ്സേയുടെ പേപ്പറിന്റെ ഡിമാൻഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫാക്ടർ നിങ്ങൾക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ എഴുതുക എന്നുള്ളതല്ല, അതിനകത്തൊരു ഓർഡർ വേണം. ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കാം, ഒരു ഹിസ്റ്റോറിക്കൽ ഓർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടൈം ലൈനിന്റെ ഓർഡർ ആയിരിക്കാം. എന്തൊക്കെ ഓർഡർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒരു ഓർഡർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് എന്താണ്, ഒരു എസ്സേയുടെ ഡിമാൻഡാണ്. അതുകൊണ്ടാണ് UPSCയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിമാൻഡ്സ് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ UPSC വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ UPSCക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ ഐഡിയാസ്, തോട്ട് പ്രോസസ് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരു പർട്ടിക്കുലർ എസ്സേ വരുന്ന അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എത്രത്തോളം അനലിറ്റിക്കൽ ആയിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് UPSC ചെക്ക് ചെയ്യുന്നത്. അപ്പൊ പലപ്പോഴും ഇങ്ങനെയുള്ള ഐഡിയാസ് UPSCക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് UPSC നോക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ഐഡിയാസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് UPSC എന്ത് ചെയ്തു, എസ്സേ പേപ്പർ തുടങ്ങി. അപ്പൊ എസ്സേ പേപ്പർ തുടങ്ങിയ UPSCക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ എത്രത്തോളം അനലിറ്റിക്കൽ ആണ്, നിങ്ങൾ എത്രത്തോളം ജനറൽ അവയർനെസ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ ക്ലാരിറ്റി ഓഫ് തോട്ട് എങ്ങനെയാണ് നിങ്ങളത് വരുന്നത്, ഇതൊക്കെ UPSCക്ക് എന്ത് ചെയ്യണം, അറിയണം. ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് UPSC എസ്സേ പേപ്പർ ഇട്ടു, 250 മാർക്കും തന്നു. 2 എസ്സേ ആണ് നിങ്ങൾക്ക് എഴുതേണ്ടി വരിക. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ when you look at the pattern of question, ലാസ്റ്റ് ഒരു 10-year പാറ്റേൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ till 2018 വരെ UPSC മേജർ ആയിട്ട് ചോദിച്ചിരുന്നത് ജനറൽ സ്റ്റഡീസ് എസ്സേ ആയിരുന്നു. ഓക്കെ, സോ വാട്ട് ഈസ് ജനറൽ സ്റ്റഡീസ് എസ്സേ? ജനറൽ സ്റ്റഡീസ് എസ്സേ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇതിനകത്ത് എന്തായിരിക്കും, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കാം, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കാം, ഫെഡറലിസം റിലേറ്റഡ് അല്ലെങ്കിൽ വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ GS 1-ലും GS 2-ലും GS 3-ലും GS 4-ലൊക്കെ പഠിക്കുന്ന എക്സാക്ട് ടോപ്പിക് എന്ത് ചെയ്യുന്നു, UPSC എസ്സേയിൽ ചോദിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതേ ടോപ്പിക് ചോദിക്കുമ്പോൾ ഒരു ഗുണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എന്താണ്, ദീസ് ആർ ജനറൽ സ്റ്റഡീസ്, ദീസ് ആർ ഫാക്ച്വൽ ഇൻഫർമേഷൻസ് മോസ്റ്റ്ലി. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ GS 1-ലും GS 2, GS 3, GS 4-ല് പഠിച്ചിട്ടുള്ള അതേ കണ്ടന്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്സേ എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, UPSCയുടെ ഡിമാൻഡ്, UPSC വാണ്ടഡ് ടു ചെക്ക് ദ ക്ലാരിറ്റി ഓഫ് തോട്ട്, അനലിറ്റിക്കൽ സ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, ഇതൊക്കെ മനസ്സിലാക്കണം എന്നായിരുന്നു. അപ്പൊ അന്ന് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ എല്ലാവരും എന്ത് ചെയ്യും, എഡ്യൂക്കേഷൻ എസ്സേക്ക് 10 കോട്ട് പഠിച്ചു നോക്കും, അല്ലെങ്കിൽ 5 കോട്ട് പഠിക്കും, കുറച്ച് എന്ത് ചെയ്യും 10 പോയിന്റ് ഇവിടെ പഠിച്ചു നോക്കും. ഹെൽത്ത് എസ്സേക്ക് എന്ത് ചെയ്യും 10 പോയിന്റ് പഠിച്ചു നോക്കും. അങ്ങനെ ഓരോന്നിനും 10 പോയിന്റ് വെച്ച് പഠിക്കാൻ തുടങ്ങി. ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ദ പ്രോബ്ലം ഈസ് ദാറ്റ് UPSCക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്ലാരിറ്റി ഓഫ് തോട്ട് ചെക്ക് ചെയ്യണം, അനലിറ്റിക്കൽ എബിലിറ്റി ചെക്ക് ചെയ്യണം. ഇതൊന്നും എന്തായില്ല, പോസിബിൾ ആയി തുടങ്ങിയില്ല. അതായത് പീപ്പിൾ സ്റ്റാർട്ടഡ് കോപ്പിയിങ് എസ്സേ. 2018 ഒക്കെ തുടങ്ങിയപ്പം ഇതിന്റെ ഒരു പീക്കിലെത്തി. പീപ്പിൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും എസ്സേക്ക് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായി. ഈ ഫ്രെയിം വർക്ക് അതേപോലെ കോപ്പി ചെയ്യുക എന്നുള്ളതായിരുന്നു 2018-19 പീക്ക്. ഹൈലി ഓൾ ദി ആസ്പിരൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇത് ചെയ്യാൻ തുടങ്ങി. അപ്പം UPSCയുടെ എൻ്റെ ഡിമാൻഡ് ഓഫ് എസ്സേ ഇറ്റ്സെൽഫ് ഈസ് ഡിഫീറ്റഡ് ബിക്കോസ് ഓഫ് ദിസ് ഹാബിറ്റ്. 2019 ആയി കഴിഞ്ഞപ്പം എസ്സേന്റെ പേപ്പറിൽ ചെറിയൊരു സർപ്രൈസ് ഉണ്ടായി. അതുവരെ ഒരു അബ്സ്ട്രാക്ട് ടോപ്പിക് ആയിരുന്നു ഒരു സെക്ഷനിൽ UPSC കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ 2019 ആയപ്പോൾ ഐ തിങ്ക് സെക്ഷൻ B എൻറ്റയർലി എന്തായി, അബ്സ്ട്രാക്ട് ടോപ്പിക്കായി മാറി. സെക്ഷൻ A ജനറൽ സ്റ്റഡീസ് ടോപ്പിക്കായി. അപ്പോഴും ആളുകൾക്ക് ഒരു ആശ്വാസം ഉണ്ട്. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്തു, ഫസ്റ്റിൽ എസ്സേ എന്ത് ചെയ്തു, ജനറൽ സ്റ്റഡീസ് ആയിരുന്നു, നല്ലോണം എഴുതി. രണ്ടാമത്തെ അബ്സ്ട്രാക്ട് ടോപ്പിക് കുറെ എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെച്ച് എന്തൊക്കെയൊക്കെ സെറ്റ് ആക്കി എന്നുള്ളതാണ്. ആൻഡ് 2020 ഓൺവേർഡ്സ് ബോത്ത് സെക്ഷൻ A ആസ് വെൽ ആസ് ദ സെക്ഷൻ B എന്തായി തുടങ്ങി, അബ്സ്ട്രാക്ട് ടോപ്പിക് ആയി തുടങ്ങി എന്നുള്ളതാണ്. സെക്ഷൻ Aയും അതുപോലെ തന്നെ സെക്ഷൻ B ടോപ്പിക്കുകളും അബ്സ്ട്രാക്ട് ടോപ്പിക്കുകളായി. ഫ്രം 2020 onwards till 2025, the last mains examination, if you look at the paper, നമുക്ക് കാണാൻ പറ്റും മോസ്റ്റ്ലി എന്ത് തന്നെയാണ്, അബ്സ്ട്രാക്ട് ടോപ്പിക് ആണ്. 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം 1 or 2 ക്വസ്റ്റ്യൻസ് ഓഫ് ഏകദേശം ജനറൽ സ്റ്റഡീസിന്റെ നേച്ചർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ, അതായത് എന്ത് ചെയ്തു, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ്, അബ്സ്ട്രാക്ട് നേച്ചർ ഓഫ് ടോപ്പിക്കിലുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, UPSC ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു മാറ്റി, UPSCയുടെ ഡിമാൻഡിനെ എന്ത് ചെയ്യുന്നു, UPSCക്ക് ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് UPSC എന്ത് ചെയ്തത്, UPSCയുടെ പാറ്റേൺ തന്നെ UPSC എന്ത് ചെയ്യുന്നത്, ഇത് ഇത്തരത്തിൽ കീപ്പ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഇപ്പൊ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. സെക്ഷൻ A ഉണ്ടാവും, സെക്ഷൻ B ഉണ്ടാവും. ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരു എസ്സേ എഴുതണം. അടുത്ത സെക്ഷനിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു എസ്സേ എഴുതണം. മാക്സിമം വേർഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്, ഒരു എസ്സേക്ക് 125 മാർക്കാണ്. ഇവിടെ 125 മാർക്കാണ്. നിങ്ങൾക്ക് എത്ര വേർഡ്സ് എഴുതാം, 1000 to 1250 വേർഡ്സ് എഴുതാം. ഓക്കെ, ഇനി എത്ര പേജ് ഉണ്ടാവും, പൊതുവെ
എല്ലാ വർഷവും എസ്സേക്ക് ഉണ്ടാവുന്ന പേജ് എന്ന് പറയുന്നത് 12 പേജോളമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ബട്ട് ദിസ് ഇയർ ദർ വാസ് എ ട്രാപ്പ് അഗെയിൻ. ദിസ് ഇയർ 2025 പേപ്പറിൽ ഏകദേശം 17ഓളം പേപ്പർ ഉണ്ടായിരുന്നു. ചില ആസ്പിരൻസ് പറയുന്നു അത് 18 ഉണ്ടായിരുന്നു പറയുന്നു. പലർക്കും പലതായിരിക്കില്ല, കാരണം ആ ടെൻഷന്റെ ഇടയിൽ ഇത് കൃത്യമായിട്ട് പലരും പലതാണ് എണ്ണിയിരിക്കുന്നത്. ബട്ട് ഓൾമോസ്റ്റ് എന്തുണ്ടായി, ഒരു 17 പേപ്പേഴ്സ് ഉണ്ട് എന്തായിട്ടുണ്ടായിരുന്നു എസ്സേന്റെ പേപ്പറിൽ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് എസ്സേ പേപ്പറിന്റെ എണ്ണം നോക്കാതെ എഴുതുന്നവര് ചിലപ്പോൾ എന്ത് ചെയ്യുന്നവർ അറിയാതെ എന്ത് ചെയ്യും, തള്ളി ചിലപ്പോൾ എന്ത് ചെയ്യും, അപ്പുറത്തെ ഒരു 12 പേജൊക്കെ കഴിഞ്ഞ് ഒരു 15 പേജൊക്കെ എത്തുമ്പോഴായിരിക്കും പേജിന്റെ എണ്ണം കൂടുതലായിട്ട് അവർക്ക് തോന്നുക. അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യും, സെക്ഷൻ എ എഴുതാൻ ബി എഴുതാനുള്ള സ്പേസ് എന്ത് ചെയ്യും, ഇല്ലാതായിപ്പോ. സോ പേപ്പറിന്റെ എന്ത് ചെയ്യാ, പേപ്പറിനകത്ത് ഈ വർഷം 17-18 പേപ്പേഴ്സ് ഉണ്ടായി. പക്ഷെ പേപ്പേഴ്സ് ഉണ്ട് എന്നുള്ളതുകൊണ്ട്, പേപ്പർ അല്ല പേജസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, 18 പേജ് എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ഒരു 12 പേജ് ആവുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എസ് ഏകദേശം കൺക്ലൂഡ് ചെയ്യാം. 11-12 പേജിലേക്ക് നിങ്ങൾ എസ് എഴുതി പഠിക്കുകയാണ് വേണ്ടത്. കാരണം പേജ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് വെറുതെ എഴുതണ്ട. ബിക്കോസ് ദ വേർഡ് ലിമിറ്റ് ഈസ് 1000 to 1250 ആണ്. കാരണം എന്തുകൊണ്ടാണ് പേജ് കിട്ടുന്നത്, ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ എസ് എഴുതാൻ അറിയാത്തൊരു ദേ വിൽ ഇൻക്രീസ് ദ സൈസ് ഓഫ് ദെയർ ലെറ്റർ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ലൈനിൽ 14-15 ലെറ്റർ ലൈനൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു 12 പേജാണെങ്കിൽ നിറയ്ക്കും. അപ്പൊ എന്ത് ചെയ്യാം, ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ചില ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ചില ചെറിയ അക്ഷരമൊക്കെ ആയിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചോളം നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, 18 പേജ് ഒന്നും എഴുതണമെന്നില്ല, നിങ്ങൾ 12 പേജ് തന്നെ എഴുതിയാൽ മതി. പക്ഷെ ദ തിങ് ഈസ് ദാറ്റ് എന്താണ്, പേജിന്റെ നമ്പർ കൂടുതൽ ഉണ്ടായിരുന്നു ഈ വർഷം. അടുത്ത വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളത് ഡയറക്റ്റ് മെയിൻസിന്റെ എക്സാമിനേഷനിൽ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് റിയലൈസ് ചെയ്യണം എന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളെ ടാർഗറ്റ് വെക്കുക. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് 2026 മെയിൻസ് എഴുതാം. ഓക്കെ, ഇനി എസ്സേലെ ടോപ്പിക്സിൽ ഞാൻ പറഞ്ഞു, എക്സിന്റെ ടോപ്പിക്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടൊന്നുമില്ല. അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. ട്രൂത്ത് നോസ് നോ കളർ എന്നുള്ളതാണ് പറയുന്നത്. ഇതിനകത്ത് ഒരു നോളജ് ബേസ്, അതായത് നമുക്കൊരു ഫേക്ക് ന്യൂസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ട്രൂത്ത് ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഹോണസ്റ്റി, സത്യസന്ധത, ഇങ്ങനെയുള്ള സാധനത്തെ പറ്റിയാണ് ഈ ഒരു എസ്സേ ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ എസ്സേ, സുപ്രീം ആർട്ട് ഓഫ് ദ വാർ ഈസ് ടു സബ്ഡ്യൂ ദ എനിമി വിത്തൗട്ട് ഫൈറ്റിംഗ്. ഈ വർഷത്തെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. തോട്ട് ഫൈൻഡ് എ വേൾഡ് ആൻഡ് ക്രിയേറ്റ്സ് വൺ ഓൾസോ. ഇതിനൊക്കെ ഏകദേശം ഒരു പാരലൽ ആയിട്ടുള്ള PYQs നമുക്ക് ഉണ്ട്. അത് നമുക്ക് ലേറ്റർ സ്റ്റേജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദ ബെസ്റ്റ് ലെസൺസ് ആർ ലേൺ ത്രൂ ബിറ്റർ എക്സ്പീരിയൻസ്. ഈ 4 ടോപ്പിക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ടോപ്പിക്കും ഡിഫറെന്റ് ടോപ്പിക്കുകളാണ് അല്ലെ. ട്രൂത്ത് നോസ് നോ കളറും, ദ സുപ്രീം ആർട്ട് ഓഫ് വാർ ഈസ് ടു സബ്ഡ്യൂ ദ എനിമി വിത്തൗട്ട് ഫൈറ്റിംഗ്, ആൻഡ് തേർഡ് ടോപ്പിക് ഇസ് ദ തോട്ട് ഫൈൻഡ് എ വേൾഡ് ആൻഡ് ക്രിയേറ്റ് വൺ ഓൾസോ. ബെസ്റ്റ് ലെസൺസ് ആർ ലേൺ ത്രൂ ദി ബെറ്റർ എക്സ്പീരിയൻസ്. ഓക്കെ, സോ ഇത്രയും 4 ടോപ്പിക്കും ഇതിനെല്ലാം എന്തുണ്ട്, PYQs ഉണ്ട് കേട്ടോ. സോ ഈ 4 ടോപ്പിക്കും ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് പറയാം ഈ 4 ടോപ്പിക്കും ചോദിച്ചിരിക്കുന്നത് 4 ഡിഫറെന്റ് ഏരിയകളിൽ നിന്നാണെന്ന് പറയാം. ഇനി നിങ്ങൾ പക്ഷെ സെക്ഷൻ ബിയിലേക്ക് ഒന്ന് നോക്കിയോ. സെക്ഷൻ ബിയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ലെസൺസ് ആർ ലേൺ ത്രൂ ദ ബെറ്റർ എക്സ്പീരിയൻസ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ബെസ്റ്റ് ടു സീ ദ ലൈഫ് ആസ് എ ജേർണി നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ. അതായത് 4ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടും ബെറ്റർ ലെസൺസിനെ പറ്റിയുമാണ്. ഇതിനകത്തുള്ള അതേ കണ്ടന്റ്, 4ാമത്തെ ക്വസ്റ്റ്യനിലുള്ള അതേ കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം. അതായത് 7ാമത്തെ ക്വസ്റ്റ്യന്റെയും 4ാമത്തെ ക്വസ്റ്റ്യന്റെയും കണ്ടന്റ് സെയിം ആണ്. വേർഡിങ്സ് വേറെയാണ്, നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ട രീതി വേറെ ആയിരിക്കും. അത് എസ്സേന്റെ ടോപ്പിക്കിനനുസരിച്ച് മാറ്റണം. പക്ഷേ വാട്ട് എവർ കണ്ടന്റ് യു ഹാവ്, ദ സെയിം കണ്ടന്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ 7th ക്വസ്റ്റ്യൻ. ഇനി അത് മാത്രമല്ല, 5th ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ, ദ മഡി വാട്ടർ ഈസ് ദ ബെസ്റ്റ് ക്ലിയർഡ് ബൈ ലിവിംഗ് ഇറ്റ് അലോൺ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? മഡി വാട്ടർ ഈസ് ബെസ്റ്റ് ക്ലിയർഡ് ബൈ ലിവിംഗ് ഇറ്റ് അലോൺ എന്ന് പറയുന്നത്. ചെളിവെള്ളം അല്ലെങ്കിൽ എന്താണ്, കലങ്ങിയ വെള്ളത്തില് നമ്മൾ വീണ്ടും വീണ്ടും കലക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കലക്കം മാറില്ല അല്ലെ. അതെന്ത് ചെയ്യുന്നു, അത് ക്ലിയർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ തൊടാതിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ലിറ്ററൽ മീനിങ്. അതിന്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൽ പല സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇന്റർവെയിൻ ചെയ്യണമെന്നില്ല. എന്ത് ചെയ്താൽ മതി, ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കാത്തിരുന്നാൽ മതി, നമ്മൾ ടൈം കൊടുത്താൽ മതി. സോ ഇഫ് യു ആർ അലോക്കേറ്റിംഗ് സം ടൈം, ടൈം വിൽ ഹീൽ അല്ലെ. നമ്മൾ പറയാറില്ല ടൈമാണ് ഹീൽ ചെയ്യുക, ടൈം വിൽ ഹീൽ. സം ട്രോമാസ് ഉണ്ടാകുമ്പോൾ എടാ ഓക്കേടാ ടൈം വിൽ ഹീൽ എന്ന് പറയും. പക്ഷെ ട്രോമാസ് ഒന്നും ടൈമിന് ഹീൽ ചെയ്യില്ല, നിങ്ങൾ തന്നെ ഹീൽ ചെയ്യണം. പക്ഷെ ദ തിങ് ഈസ് ദാറ്റ് എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കലി എന്താണ് നമുക്ക് പറയാം, കുറച്ച് സമയം അത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഇന്റർവെയിൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ബെറ്റർ ആവും എന്നുള്ള രീതിയിലാണ് 5ാമത്തെ ടോപ്പിക് പറയുന്നത്. 6ാമത്തെ ടോപ്പിക് എന്താണ്? ദ ഇയേഴ്സ് ടീച്ച് മച്ച് വിച്ച് ദ ഡേയ്സ് നെവർ നോ. രണ്ടും സെയിം ടോപ്പിക്കാണ്. 5ാമത്തെ ടോപ്പിക്കും 6ാമത്തെ ടോപ്പിക്കും ആക്ച്വലി എന്താണ്, സെയിം ടോപ്പിക്കാണ്. ഇനി ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണ്, ഇത് രണ്ടും ഒരാൾ പറഞ്ഞ കോട്ടുമാണ്. അപ്പൊ 5ാമത്തെ ടോപ്പിക്കും 6ാമത്തെ ടോപ്പിക്കും സെയിം ടോപ്പിക്കാണ്. സെയിം എന്താണ്, ഏകദേശം സിമിലർ മീനിങ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് 5ാമത്തേലും 6ാമത്തേലും വരുന്നത്. 6ാമത്തെ ടോപ്പിക് എന്താ വരുന്നത്? ദ ഇയർ ടീച്ച് മച്ച് വിത്ത് ദ ഡേയ്സ് നെവർ നോ.
ദാറ്റ് മീൻസ് ഷോർട്ട് ടൈം ആയിട്ടല്ല നമുക്ക് ചേഞ്ചസ് വരുന്നത്, ഷോർട്ട് ടൈം ആയിട്ടല്ല നമുക്ക് പഠിക്കുന്നത്, ടൈം, ഇയേഴ്സ്. എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് ത്രൂ ഇയേഴ്സ് ആൻഡ് പാറ്റേൺ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദി റിയാലിറ്റി. സോ അഞ്ചാമത്തെ എഴുതുന്ന അതേ കണ്ടന്റ് ഉള്ള ഒരാൾക്ക് മാത്രമേ ആറാമത്തെ എഴുതാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം അഞ്ചാമത്തെ എസ്സേ എഴുതാൻ പറ്റാത്ത ഒരാൾക്ക് ആറാമത്തെ എസ്സേ എഴുതാൻ പറ്റില്ല. കാരണം അഞ്ചാമത്തെ എസ്സേക്കുള്ള കണ്ടന്റ് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവൻ ആറാമത്തെ എസ്സേ എഴുതാനുള്ള കണ്ടന്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അർത്ഥം. അതേപോലെ തന്നെ നാലാമത്തെ എസ്സേ എഴുതുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെയിം കണ്ടന്റ് റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തോന്നും ഏഴാമത്തെ എസ്സേയിൽ. സോ ബേസിക്കലി ഈ ഒരു സെക്ഷൻ ബിയിലേക്ക് വരുമ്പം ഇഫ് യു ആർ റൈറ്റിംഗ് ഫോർത്ത് എസ്സേ ആണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് 5 ഔട്ടായി, 6 ഔട്ടായി, 7 ഔട്ടായി. കാരണം ഇനി ഒരൊറ്റ എസ്സേ നിങ്ങളിൽ ബാക്കിയുള്ളൂ, ദാറ്റ് ഈസ് 8. നിങ്ങൾക്ക് ഇഫ് യു ആർ നോട്ട് ഹാവിംഗ് കണ്ടന്റ്, ഇതിനകത്ത് കണ്ടന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പോയി, ഇതും പോയി. കാരണം ഇതേ സെയിം കണ്ടന്റ് നമ്മൾ ഫോർത്തിൽ എഴുതിയിട്ടുണ്ട്. സോ റിപ്പീറ്റേഷൻ പോലെ ഫീൽ ചെയ്യും. പിന്നെ നമുക്കൊരു 8 എസ്സേ ആണ് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൂ. ഐദർ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഒരു സിമിലാരിറ്റി ഓഫ് നേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എസ്സേസിൽ എന്നുള്ളതാണ്. ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, എസ്സേയിലെ ടോപ്പിക് എല്ലാം ഒരുപോലെ കാണുന്ന, അല്ലെങ്കിൽ 8 ടോപ്പിക് ഡിഫറെന്റ് ആയി കാണുന്നുണ്ടെങ്കിലും ആക്ച്വലി എന്താണ്, there are very less number of topic. എസ്സേയിൽ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റഡ് തീംസ് ആണ് വരുന്നത്. ഓക്കെ, ഒരേ സാധനം എന്ത് ചെയ്യാണ് UPSC, ഒരേ കണ്ടന്റ് മതി, പക്ഷെ എന്ത് ചെയ്യുന്നു, ഒരേ സാധനം തിരിച്ചും മറിച്ചും എഴുതുക എന്നുള്ളതാണ് UPSCന്റെ എസ്സേയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഒരേ സാധനം എഴുതുക എന്ന് പറയുന്നത് ടോപ്പിക്കിനനുസരിച്ച് മാറും. അപ്പം ഞാൻ എന്താണ് സിംപ്ലിഫൈ ചെയ്താണ്. സോ ബേസിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എസ്സേയും PYQ വെച്ചിട്ട് പഠിക്കുന്ന പോലെ തന്നെ എസ്സേയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, PYQ വെച്ച് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ അഗെയിൻ എന്താണ്, ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മുന്നേ ചോദിച്ചിട്ടുണ്ട്. കണ്ടന്റ്മെന്റ് ഈസ് നാച്ചുറൽ വെൽത്ത് ആൻഡ് ലക്ഷറി ഈസ് ആർട്ടിഫിഷ്യൽ പോവർട്ടി എന്നുള്ളതാണ്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് ഓരോ ടോപ്പിക്കിന്റെയും PYQs എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിന് മുന്നേ എസ്സേ റൈറ്റിംഗിലേക്ക് പോകുമ്പം എന്തൊക്കെ പ്രോബ്ലംസ് ആണ് എസ്സേ റൈറ്റിംഗിൽ നിങ്ങൾ ഉണ്ടാവുന്നത്, പൊതുവെ നിങ്ങൾ എസ്സേന്റെ എഴുതുന്ന സമയത്ത് എന്തൊക്കെ ചലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ഏകദേശം ഐഡിയ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് അല്ലാതെ ഇതിൽ കൂടുതൽ ചിലപ്പോൾ ചലഞ്ചസ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു കോമൺ കുറച്ച് ചലഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലല്ലാതെ ഏതെങ്കിലും ചലഞ്ചസ് നിങ്ങൾക്ക് പറയാം. ഒന്നാമത്തെ ചലഞ്ചസ് മോസ്റ്റ്ലി ഇപ്പൊ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, അവർക്ക് ഏറ്റവും പേടിയുള്ള സാധനം എന്ന് പറയുന്നത്, സാർ എസ്സേ എല്ലാം അബ്സ്ട്രാക്ട് ടോപ്പിക് ആണ്, ഇതിന്റെ മീനിങ് എന്താന്നുള്ളതും ഇതിനകത്ത് എന്താ എഴുതണ്ടേ എന്നുള്ളതും മനസ്സിലാവുന്നില്ല. സോ ഫസ്റ്റ് ബിഗസ്റ്റ് ചലഞ്ച് വിത്ത് റെസ്പെക്ട് ടു എസ്സേ ദീസ് ഡേയ്സ് ആർ അബ്സ്ട്രാക്ട് ടോപ്പിക്. സോ മോസ്റ്റ്ലി എന്താണ്, അടുത്ത വർഷം യു ക്യാൻ എക്സ്പെക്ട്, മേ ബി നമുക്ക് അറിയില്ല, പക്ഷെ എന്താണ്, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് അതിന്റെ ഒരു ഗ്രോത്ത് പോകുന്നത്, അത് എസ്സേന്റെ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അബ്സ്ട്രാക്ട് ടോപ്പിക് തന്നെയായിരിക്കും UPSC ചോദിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അബ്സ്ട്രാക്ട് ടോപ്പിക്കുകൾ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് പലർക്കും ഉള്ള ഡൗട്ട്. അതേപോലെ തന്നെ ഈ കണ്ടന്റ്, അതായത് ഓരോ ടോപ്പിക്കുകളും ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നതുകൊണ്ട് തന്നെ ഇതിന് കണ്ടന്റ് ഉണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ എഴുതണം, ഇതിന്റെ കണ്ടന്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കുറവുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും അനദർ പ്രോബ്ലം, ഇപ്പോഴത്തെ എസ്സേകളിൽ അബ്സ്ട്രാക്ട് ടോപ്പിക്കിന് you shouldn't have to be very creative or artistic person, but there is a slight demand of more of a creative writing. അതിന് ആവശ്യമുണ്ട്. അത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ പ്രാക്ടീസ് നിങ്ങൾക്കും ക്രിയേറ്റീവ് റൈറ്റിംഗ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ സിനിമാ കഥ ഒന്നും എഴുതണമെന്നില്ല, ക്രിയേറ്റീവ് റൈറ്റിംഗിന് ചെറിയൊരു എലമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, എസ്സേക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യും, അത് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും, കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയും ബാലൻസ് വിത്ത് റെലവൻസും ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ റെലവൻസും ആയിട്ട് ബാലൻസ് ചെയ്യും വേണം. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിയാലിറ്റിയും വേണം, അതേപോലെ തന്നെ ക്രിയേറ്റീവ് റൈറ്റിംഗിന്റെയും ഒരു മിക്സ് ചിലപ്പം എസ്സേയിൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, 2 എസ്സേസ് എഴുതുമ്പം റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യാതെ ഒരേ കണ്ടന്റ്, ഇപ്പൊ ഫസ്റ്റ് എസ്സേയിലും ബുദ്ധ എന്ത് ചെയ്തു, നാട് വിട്ടിറങ്ങി കാട്ടിൽ പോയി എൻലൈറ്റ്മെന്റ് ആയി. രണ്ടാമത്തെ എസ്സേ വായിക്കുമ്പോൾ അതിനകത്തും ബുദ്ധ നാട് വിട്ടിറങ്ങി കാട്ടിൽ പോയി എൻലൈറ്റ്മെന്റ് ആയി. അപ്പം ഈ എസ്സേ എഴുതി ശീലമില്ലാത്തവരെല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന മിക്ക സമയത്തും എസ്സേ എന്തായിരിക്കും, ബുദ്ധ നാട് വിട്ടിറങ്ങി കാട്ടിൽ പോയി എൻലൈറ്റ്മെന്റ് ആയി, സൂപ്പർ സാധനം. സോ ബുദ്ധ എന്താണ്, ഹാപ്പിനെസ് കാട്ടിൽ കൂടെ കിട്ടി, അല്ലാതെ എന്തല്ല ഡെസ്റ്റിനേഷൻ അല്ലാന്ന് ബുദ്ധ പറഞ്ഞു. സോ ഈ രീതിയിലേക്കുള്ള എസ്സേയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പോകുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്, മാർക്ക് കുറയാനുള്ള കാര്യം. അപ്പൊ എസ്സേന്റെ മാർക്കിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കിന്റെ ട്രെൻഡ് തന്നെ ദ മജോറിറ്റി, അല്ലെങ്കിൽ നമുക്കൊരു ആവറേജ് മാർക്ക് ഓഫ് എസ്സേ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 90 to 100 ആണ്. ഓക്കെ, ആൻഡ് മെനി പീപ്പിൾ ആർ ഇൻ ദിസ് പൊസിഷനിൽ നമുക്കായിട്ട് കിടക്കുന്നത് 80 to 90 ഒരുപാട് പേരുണ്ട്. പക്ഷേ 130+ ആളുകൾ ഉണ്ട് എസ്സേയിൽ എന്നുള്ളതാണ്. സോ സീ ദ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ എസ്സേന്റെ ഒരു മാർക്കിന്റെ ഒരു ഡിസ്പാരിറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. നല്ലോണം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എസ്സേ എഴുതി കഴിഞ്ഞാൽ എസ്സേക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, എസ്സേക്ക് മാർക്ക് കിട്ടുകയില്ല. അതൊരു പ്രോബ്ലം ആണ്, എസ്സേന്റെ പ്രോബ്ലം, മാർക്ക് കിട്ടാത്ത എന്നുള്ളതാണ്. ഓക്കെ, സോ ആ ഒരു മെയിൻറ്റെയിൻ കൃത്യമായിട്ട് എസ്സേയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ
റിപ്പീറ്റേഷൻ വരാതെ എഴുതാൻ വേണ്ടി ഇത് ഹെൽപ്ഫുൾ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് എന്ത് ചെയ്യുക, എസ്സേയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ചലഞ്ചായിട്ട് വരാം. ഇപ്പൊ നമ്മൾ ചില ടോപ്പിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇതിനകത്ത് PYQ ചില ടോപ്പിക് ഉണ്ട് അല്ലെ, ഇപ്പൊ തോട്ട് ഫൈൻഡ്സ് എ വേൾഡ് ആൻഡ് ക്രിയേറ്റ് വൺ ഓൾസോ എന്നുള്ളതിൽ ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നില്ല, ഒരു പർട്ടിക്കുലർ എന്താണ് ഇതിനകത്ത് ഇവർ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ ഇതിനകത്ത് പറ്റി എഴുതാം, ഏതൊക്കെ ഏരിയയിലെ പറ്റി ചിന്തിക്കാം എന്നുള്ളതൊന്നും പെട്ടെന്ന് കിട്ടിക്കോളണമെന്നില്ല. പക്ഷെ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ്. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും എഴുതാൻ പറ്റും. പിന്നെ എല്ലാ ടോപ്പിക്കും ഒരേപോലെ എല്ലാവർക്കും ഈസി ആവുമെന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് എഴുതാനുള്ള സാധനം എന്തായാലും എസ്സേയിൽ ഉണ്ടായിരിക്കും. നമ്മളൊരു 4-5 ടീമിൽ നമ്മൾ അത്യാവശ്യം എസ്സേ പഠിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടീംസിന്റെ തന്നെ റിപ്പീറ്റേഷൻ ആയിരിക്കും. ആ ടീംസ് നിങ്ങൾക്ക് എന്തായാലും കൃത്യമായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ മിസ്ഇന്റർപ്രിട്ടേഷൻ ഓഫ് ക്വസ്റ്റ്യൻ പറയുന്ന സാധനം, ഇങ്ങനെ അബ്സ്ട്രാക്ട് ടോപ്പിക്കിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം, നിങ്ങൾ ഇത് തന്നെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്നുള്ളത് ഉറപ്പില്ല. അതായത് നിങ്ങൾ ശരിക്കും എസ്സേ ചോദിച്ചിരിക്കുന്ന വേറൊന്നായിരിക്കും, നിങ്ങൾ അതിനെപ്പറ്റി ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന, നിങ്ങൾ കൊടുക്കുന്ന മീനിങ്ങും UPSC കൊടുക്കുന്ന മീനിങ്ങും തമ്മിൽ ചിലപ്പം ബന്ധമില്ലാതായി പോകുന്ന അവസ്ഥ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതെന്താണ്, എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അതേപോലെ തന്നെ ഇൻക്ലൂഷൻ ഓഫ് എക്സാമ്പിൾസ് എങ്ങനെ ചെയ്യണം, കേസ് സ്റ്റഡീസ് എങ്ങനെ ചെയ്യണം, എന്താണ് എസ്സേന്റെ ആർഗ്യുമെന്റ്, എന്താണ് എസ്സേന്റെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യം എന്നറിയില്ല. പിന്നെ എസ്സേ പലപ്പോഴും ആളുകൾ എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ്, പ്രാക്ടീസ് ചെയ്യുന്നത് ഓൺലി ആഫ്റ്റർ പ്രിലിംസ് ക്ലിയർ ചെയ്തതിന് സമയമാണ്. സോ ആ സമയത്ത് ഇരുന്ന് ഓടിക്കഴിയുമ്പം അവിടെ GS1 ശരിയാക്കണം, GS2 ശരിയാക്കണം, GS3 ശരിയാക്കണം, GS4 ശരിയാക്കണം, ഓപ്ഷനിൽ ശരിയാക്കണം. എസ്സേയുടെ ശരിയാക്കുമ്പം സ്വാഭാവികമായിട്ടും പല ആളുകളും നമ്പർ ഓഫ് എസ്സേ എഴുതുന്നത്, കാരണം ഇവിടെ എന്താണ്, ഇവിടെയൊക്കെ കണ്ടന്റ് കുറെ പഠിക്കാനുണ്ടാവും, ഇവിടെ കണ്ടന്റ് പഠിക്കാനുണ്ടാവില്ല. അപ്പൊ ആളുകളെല്ലാം കണ്ടന്റ് പഠിക്കട്ടെ എഴുതട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പുറകെ പോകുമ്പോൾ എസ്സേ നെഗ്ലക്റ്റഡ് ആയി പോകുന്നു എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എസ്സേന്റെ മാർക്ക് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, സോ ഇതൊക്കെ എസ്സേന്റെ പ്രോബ്ലം ആണ്. ഫീഡ്ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെയാണ്. സോ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ 4 days ഓഫ് എസ്സേ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ സ്റ്റാർട്ടിംഗ് ആണിത്. സോ ഇന്ന് തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് 1 month we will be writing 4 essay tests നമ്മൾ എഴുതുന്നതായിരിക്കും. സോ അതിന്റെ ബേസ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് എസ്സേ എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് വിത്ത് റെസ്പെക്ട് ടു എസ്സേ, ഒരു എസ്സേ എഴുതുന്നതിന് ഏറ്റവും ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ് ഒരു കറക്റ്റ് ടോപ്പിക് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു എല്ലാ ടോപ്പിക്കും എല്ലാവർക്കും പറ്റില്ല. ചില ടോപ്പിക്കുകൾക്ക് ചില ആളുകൾക്ക് എഴുതാൻ പറ്റിയെന്ന് വരില്ല. അത് നാച്ചുറലി ആയിട്ട് ചില ആളുകൾക്ക് അതിനകത്തൊരു സ്കില്ല് കുറവുണ്ടാവും. അപ്പം അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് കുറേയൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുത്താം. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് തന്നെ എസ്സേന്റെ ടോപ്പിക് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റൂള് എസ്സേ എഴുതുന്നതിന്റെ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന ടോപ്പിക് തന്നെ എടുക്കുക എന്നുള്ളതാണ്. മീനിങ് ഓഫ് ദ ടോപ്പിക് അറിയുക എന്നുള്ളതാണ്. ഇപ്പൊ ഇതിനകത്ത് UPSC ചോദിച്ചുള്ള ഒരു എസ്സേന്റെ ടോപ്പിക് ആണ്. സോ ഇത് വളരെ ഫേമസ് ആയി UPSC ചോദിച്ചത്, ഇഫ് ദ ഡെവലപ്മെന്റ് ഈസ് നോട്ട് എൻജൻഡേർഡ് ഇറ്റ് ഈസ് എൻഡേഞ്ചേർഡ് എന്നുള്ളതാണ് ഈ എസ്സേന്റെ ടോപ്പിക്. ഈ പർട്ടിക്കുലർ എസ്സേ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം, മോസ്റ്റ് ലൈക്ലി ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് തന്നെ 2-3 മീനിങ്സ് ഉണ്ട്. ഈവൻ ഈ ഒരു ടോപ്പിക് വന്ന സമയത്ത് ശശി തരൂർ വരെ ഇത് ട്വിറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ബേസിക്കലി ഇതെന്താണ്, ഇതിനകത്ത് 2 മീനിങ് ഉണ്ട് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്. ഇത് ജെൻഡർ ഡയമെൻഷനിലും എടുക്കാൻ പറ്റും, എൻവയോൺമെന്റ് ഡയമെൻഷനിലും എടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ചിലപ്പോൾ ആളുകൾക്ക് എഴുതുമ്പോൾ കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ വരുന്ന ടോപ്പിക്കുകൾ എസ്സേയിൽ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ഇവിടെ നോക്കിയത് കോസ്റ്റ് ഓഫ് ബീങ് റോങ് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ഡൂയിങ് നത്തിങ്. വളരെ സിമ്പിൾ ആയിട്ട് എന്താണ് നമുക്ക് മനസ്സിലാവുന്ന ടോപ്പിക്കുകളാണ്. അതുപോലെയുള്ള ടോപ്പിക്കുകളിലേക്ക് എടുക്കുക. അതായത് നിങ്ങൾക്ക് കണ്ടന്റ് കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് കൃത്യമായിട്ട് മീനിങ് മനസ്സിലായെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടാവണം. ഓക്കെ, കൃത്യം ഇതിന്റെ മീനിങ് എന്തായാലും എനിക്ക് മനസ്സിലായി, ഇതാണ് ഇതിന്റെ മീനിങ് എന്നുള്ളത് എനിക്ക് കൃത്യമായി മനസ്സിലായി. അല്ലാതെ മനസ്സിലാവാത്ത സാധനം ജസ്റ്റ് ബിക്കോസ് ഓഫ് ഡെവലപ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾക്ക് അറിയാം, അതിനെപ്പറ്റി നിങ്ങൾ എസ്സേ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യരുത്, ഒരു ടോപ്പിക് ചൂസ് ചെയ്യരുത് എന്നുള്ളതാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള ടോപ്പിക്ക് മാത്രം എസ്സേ എടുക്കുക എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് അങ്ങനെയുള്ള ടോപ്പിക്കുകൾ എടുക്കാൻ പറ്റുക, എങ്ങനെ മനസ്സിലാവും എനിക്ക് ഏറ്റവും നല്ല ടോപ്പിക് ഏതാണെന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത്, ഒരു എസ്സേ കാണുമ്പോൾ ആ എസ്സേന്റെ ആർഗ്യുമെന്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. എന്തൊക്കെയാണ് ആർഗ്യുമെന്റ്, എസ്സേയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആർഗ്യുമെന്റ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, സോ ആർഗ്യുമെന്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ എസ്സേസ് എന്തൊക്കെ. ഇനി എന്താണ് ആർഗ്യുമെന്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഇപ്പൊ ഞാനൊരു ടോപ്പിക് എടുക്കാന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു, കണ്ടന്റ്മെന്റ് ഈസ് നാച്ചുറൽ വെൽത്ത് ആൻഡ് വെൽത്ത് ആൻഡ് ലക്ഷറി ഈസ് ആർട്ടിഫിഷ്യൽ പോവർട്ടി. സോ ഇതിന്റെ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എസ്സേ മെയിൻ ആയിട്ട് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് എന്ന് പറയുക. അപ്പൊ നിങ്ങൾ എസ്സേ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഓരോ എസ്സേക്കും നിങ്ങൾക്ക് ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവും,
അതേപോലെ തന്നെ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൗണ്ടർ ആർഗ്യുമെന്റ് ഉണ്ടാവും. അതായത് ഫസ്റ്റ് ആർഗ്യുമെന്റ് തെറ്റാണെന്ന് വാദിക്കും നിങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാ എസ്സേക്കും ആർഗ്യുമെന്റ് ഉണ്ട്, അതേപോലെ തന്നെ കൗണ്ടർ ആർഗ്യുമെന്റ് ഉണ്ട്. ഇനി എന്താണ് ആർഗ്യുമെന്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ എസ്സേയുടെ ടോപ്പിക് എന്താണോ, ആ എസ്സേ എന്താണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അത് തന്നെയാണ് നിങ്ങളുടെ ആർഗ്യുമെന്റ്. ഫോർ എക്സാമ്പിൾ, ഇവിടുത്തെ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ്മെന്റ് ഈസ് നാച്ചുറൽ വെൽത്ത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, കണ്ടന്റഡ് ആയിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇന്നർ കണ്ടന്റഡ് ആയിട്ട് ഇരിക്കുക, സെൽഫ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, പീസ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ വെൽത്ത് ആണ്, നേച്ചർ തരുന്ന വെൽത്ത് ആണ്. പക്ഷേ നിങ്ങൾ എന്താണ് ലക്ഷറി എന്ന് പറയുന്നത്, അതായത് നിങ്ങളിൽ കാണുന്ന മെറ്റീരിയലിസ്റ്റിക് ലൈഫ് അല്ലെങ്കിൽ മെറ്റീരിയൽ ലൈഫ് എന്ന് പറയുന്ന ലക്ഷറി എന്താണ്, വിച്ച് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പോവർട്ടി ആണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് എന്താണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നില്ല, ഇന്നർ മീനിങ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. നിങ്ങളതിൽ എന്തുണ്ടാവും, ഐഫോൺ ഉണ്ടാവും, നിങ്ങളതിൽ എന്തുണ്ടാവും, മൊബൈൽ ഫോൺ ഉണ്ടാവും, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, മെറ്റീരിയൽ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്തില്ല, അതിനകത്ത് നിങ്ങൾക്ക് ഒരു മീനിങ് ഫുൾ ആയിട്ട് കാണില്ല. നിങ്ങൾ എത്ര സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഒന്നും ഇല്ലാത്ത ഒരാളെ പോലെ നിങ്ങൾക്ക് തോന്നാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ ആർഗ്യുമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഫസ്റ്റ് തിങ് ഈസ് ദിസ്. ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നമ്മുടെ കണ്ടന്റ്മെന്റ്, നമ്മുടെ ഇന്നർ ഹാപ്പിനെസ് ആണ് നമ്മുടെ ആക്ച്വൽ വെൽത്ത്. വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്, വെൽത്ത് എന്ന് പറഞ്ഞാൽ കുറെ സാധനം മെറ്റീരിയൽ ആയിട്ട് ഉള്ളതല്ല. കുറച്ചുകൂടി എന്താണ്, മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുക, റിച്ച് ആയിട്ട് ഉണ്ടാകുന്ന പറയുന്നത്. വെൽത്തും ലക്ഷറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ഹീസ് വെൽത്തി ആൻഡ് ഹീസ് റിച്ച് എന്ന് പറയും. റിച്ച് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മെറ്റീരിയൽ സാധനങ്ങൾ ഉള്ളതിനെയാണ് നമ്മൾ റിച്ച് എന്ന് ഉദ്ദേശിക്കുക. അയാൾക്ക് വലിയ ഫെരാരി കാർ ഉണ്ടാവും, അയാൾക്ക് വലിയ ബംഗ്ലാവ്സ് ഉണ്ടാവും, ഇതൊക്കെ റിച്ചിന്റെ ഇൻഡിക്കേഷൻ ആണ്. വെൽത്തിക്ക് ചിലപ്പോൾ ഇത് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അയാൾ സാധാ ഒരു കാർ കൊണ്ടായിരിക്കും ഓടിക്കുന്നത്, പക്ഷെ അയാൾക്ക് കുറെ ലാൻഡ് ഉണ്ടാവും, അയാൾ ട്രഡീഷണലി ഭയങ്കര ഒരുപാട് വലിയ വീടുണ്ടാവും, ഒരുപാട് സ്വത്തൊക്കെ അയാളിൽ ഉണ്ടാവും. അപ്പം മോസ്റ്റ്ലി എന്താണ്, മറ്റേ ആളെ കയ്യിൽ ഷോ ഓഫ് ചെയ്യാൻ കുറെ സാധനം ഉണ്ടാവും, പക്ഷെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടാവില്ല. ബേസിക്കലി നമ്മൾ മലയാളികളൊക്കെ അങ്ങനെയാണ്. നമ്മളെ കയ്യിൽ എന്തുണ്ടാവും, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ കയ്യിൽ കുറെ വലിയ വില കൂടിയ സാധനങ്ങളായിരിക്കും, പക്ഷെ പോക്കറ്റിൽ ഒരു 5 പൈസ ഉണ്ടാവില്ല, ഗൂഗിൾ പേയിൽ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ വെൽത്ത് ഉള്ള ആളുകളെ കാണുമ്പോൾ അവർ പുറത്ത് കാണുമ്പോൾ അവരിൽ പുറത്തൊന്നും അധികം കാണിക്കാൻ ഉണ്ടാവില്ല, ബട്ട് ദെയർ ബാങ്ക് അക്കൗണ്ട് വിൽ ബി ഹാവിംഗ് മണി. സോ ദീസ് പീപ്പിൾ ആർ കോൾഡ് വെൽത്തി പീപ്പിൾ. ഓക്കെ, സോ വെൽത്തി എന്ന് പറയുന്നത് കണ്ടന്റ്മെന്റ് ആയിരിക്കുക, അതായത് നമ്മളോട് നിന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നാച്ചുറൽ വെൽത്ത്. നമ്മൾ എന്താണ് ലക്ഷറി, നമ്മൾ ഒരുപാട് മെറ്റീരിയൽ സാധനങ്ങൾ നമ്മൾ കാണിക്കുക എന്നുള്ളത് എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ പോവർട്ടി ആണത്. അതായത് അതിന്റെ അർത്ഥം എന്താണ്, നമ്മളിൽ കുറെ ലക്ഷറി ഉണ്ട്, കുറെ സാധനം ഉണ്ട്, പക്ഷെ നമ്മൾ ഇപ്പോഴും പൂറാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പൂറാവുന്നത്? വി ക്രിയേറ്റഡ് ദ പൂർനെസ് ഓഫ് ലാക്ക് ഓഫ് ക്വാളിറ്റി ഓഫ് കൺസെൻസസ് ഇല്ല, അതുപോലെ തന്നെ നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, വി ആർ നോട്ട് ഹാപ്പി അല്ലെ. ഡിപ്രഷൻ ഭയങ്കരമായിട്ട് കൂടുന്ന കാണാം ഈ ജനറേഷനിൽ. മേജർ ആയിട്ടുള്ള റീസൺ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, മെറ്റീരിയലിസ്റ്റിക് വെൽത്തിന്റെ പുറകെയാണ് നമ്മൾ ഓടുന്നത്. സക്സസ് ബി ഡിഫൈൻഡ് ബൈ ഹസ്ലിംഗ്. ഹസ്ലിംഗ് ലൈഫിനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് പൊതുവെ നമ്മളെ ഇപ്പോൾ ഉള്ള ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ. അവരെന്ത് പറയും, ലൈഫ് ഇങ്ങനെ ആയിരിക്കണം, ബിസി ആയിരിക്കണം. സോ ദിസ് ഇസ് ഹസ്ലിംഗിന്റെ പ്രത്യേകത എന്താണ്, മെറ്റീരിയലിസ്റ്റിക് ആണ്. പക്ഷെ സ്ലോ ലിവിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക്കും ഷോ ഓഫും ഒന്നുമല്ല, വളരെ പതുക്കെ ജീവിക്കുന്ന ഒരു ജീവിതമാണ്. അവിടെ എന്തായിരിക്കും, കുറച്ചുകൂടി ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്നുള്ളതാണ് നിങ്ങൾ വാദിക്കുന്നത്. ഫസ്റ്റ് ഇതിനെ നിങ്ങൾ എതിർക്കുന്നൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ശരി എന്നുള്ളത് നിങ്ങൾക്ക് വാദിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് യുവർ മേജർ പാർട്ട് ഓഫ് ദ എസ്സേ എന്ന് പറയുന്നത് എന്താണ്, 60% ഓഫ് യുവർ എസ്സേ വിൽ ബി അറൌണ്ട് ദിസ് പാർട്ട്. എന്താണ് ഈ പർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് പറയുന്നത് കണ്ടന്റ്മെന്റ് ഈസ് നാച്ചുറൽ വെൽത്ത് ആണെന്ന് പറയാനുള്ള റീസൺസ് എന്തൊക്കെയാണ്, ലക്ഷറി ഒരു ആർട്ടിഫിഷ്യൽ വെൽത്ത്, ആർട്ടിഫിഷ്യൽ പോവർട്ടി ആണെന്ന് പറയാനുള്ള റീസൺസ് എന്തൊക്കെയാണ്. സോ യു നീഡ് ടു ഫൈൻഡ് ദ റീസൺസ് ഓഫ് ഈച്ച്. ഓക്കെ, ആ റീസൺസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സാമ്പിൾസ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ എക്സാമ്പിൾ ഈസ് നോട്ട് യുവർ എസ്സേസ്. നിങ്ങൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ദേ വിൽ സ്റ്റാർട്ട് റൈറ്റിംഗ് എക്സാമ്പിൾസ്. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നു, ഫസ്റ്റ് ഗാന്ധിജി, ഓക്കെ, സെക്കൻഡ് ബുദ്ധ, പിന്നെ മാർട്ടിൻ ലൂതർ കിങ്, അങ്ങനെ എന്ത് ചെയ്യും, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെ ഓരോ എക്സാമ്പിൾ വെച്ച് എഴുതി വെക്കും. ദിസ് ഈസ് നോട്ട് യുവർ എസ്സേ. എസ്സേ ഇതൊക്കെ എന്താണ്, എക്സാമ്പിൾസ് ആണ്. ഈ എക്സാമ്പിൾസിൽ എന്തെങ്കിലും ഡയമെൻഷൻസ് ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് പേര് എക്സാമ്പിൾ എഴുതുന്നോണ്ടില്ല. ഒരാളുടെ ഇൻഡിവിജ്വൽ ലൈഫിൽ നിന്നുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ തന്നെ പറഞ്ഞാൽ ഒരേപോലെയുള്ള കുറെ ആളുകൾ എഴുതുന്നുണ്ട്, നിങ്ങൾ ഒരു ഡയമെൻഷനിലുള്ള കുറെ പേരെ പേരിൽ നിന്നുള്ള കുറെ കഥകൾ എഴുതി വെച്ചേ ഉള്ളൂ. ഈ ടോപ്പിക്കുമായിട്ട് ഇതിന് എന്ത് ഉണ്ടാവുന്നില്ല, ബന്ധം ഉണ്ടാവണമെന്നില്ല. സോ വാട്ട് യു നീഡ് ടു റീഡ്, യു നീഡ് ടു ആർഗ്യൂ why this is true. Okay, why this particular thing is true. ഇത് ട്രൂ ആണെന്ന് പറയാനുള്ള റീസൺസ് എന്തൊക്കെയാണ്. ഇനി എന്താണ് കൗണ്ടർ ആർഗ്യുമെന്റ്? കൗണ്ടർ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്, ഇതുവരെ നിങ്ങൾ വാദിച്ചത് എന്താണ്, ഇത് ട്രൂത്ത് ആണെന്നുള്ളതാണ്. ഇത് നേരെ തിരിച്ചും വാദിച്ചൂടെ, നിങ്ങൾക്ക് പറഞ്ഞൂടെ ലക്ഷറി ആർട്ടിഫിഷ്യൽ വെൽത്ത് ആണ്, ആർട്ടിഫിഷ്യൽ പോവർട്ടി ആണെന്ന് പറയാൻ പറ്റുമോ? ചില സമയത്ത് മെറ്റീരിയൽ ആയിട്ടുള്ള വെൽത്ത് ഇമ്പോർട്ടന്റ് അല്ലേ? ഫോർ എക്സാമ്പിൾ, പുവറിനെ സംബന്ധിച്ചോളം അവന് 2 നേരം ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് എന്താണ്, ഒരു ലക്ഷറി തന്നെ. അതിനകത്തും എന്ത് ചെയ്യാം, അതും ഹാപ്പിനെസ് വരാം, അതും എന്താണ്, ഒരു നാച്ചുറൽ വെൽത്ത് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ
നമുക്ക് കുറെ സാധനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പം പൈസക്ക് കൊണ്ട് നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ എന്താണ് ബേസിക്കലി പൈസയും കൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാവും. ഒരു പൂറിനെ സംബന്ധിച്ചുള്ള എന്താണ് ഈ പൈസയും കൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാവും. അവന് ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടും, ബെറ്റർ ഹെൽത്ത് കിട്ടും, അതുപോലെ തന്നെ ബെറ്റർ ക്വാളിറ്റി ഫുഡ് കിട്ടും, മാൽ ന്യൂട്രീഷൻ മാറാൻ പറ്റും, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടും. സോ ഹൗ ക്യാൻ യു സേ ദാറ്റ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി ആൻഡ് ആർട്ടിഫിഷ്യലി പോവർട്ടി ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മെറ്റീരിയൽ വെൽത്തും എന്താണ് ഒരു ബേസിക്കലി നീഡാണ്. അതായത് കണ്ടന്റ്മെന്റ് ഉണ്ട്, അത് നാച്ചുറൽ വെൽത്ത് തന്നെ. പക്ഷെ കണ്ടന്റ്മെന്റ് വരണം എന്നുണ്ടെങ്കിൽ മേ ബി സംടൈംസ് ഇൻ എ മോഡേൺ എക്കണോമി നിങ്ങൾക്ക് എന്തും വേണം, ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെൽത്ത് നിങ്ങൾക്ക് ആവശ്യമാണ്. അത് പോവർട്ടി ആണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ എസ്സേന്റെ ടോപ്പിക്കിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. വൈ ദിസ് പർട്ടിക്കുലർ ടോപ്പിക് ഈസ് റോങ് ആൻഡ് യു ആർ പുട്ടിങ് എ കൗണ്ടർ ആർഗ്യുമെന്റ് സെയിങ് ദാറ്റ് ഇതെന്താണ് ശരിയാണോ തെറ്റാണോ എന്ന്, ഇത് തെറ്റാണെന്ന് വാദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഓൾറെഡി ഇത് ശരിയാണെന്ന് പറഞ്ഞു. ഒരു 60% ഓഫ് യുവർ എസ്സേ ആൻഡ് 30% ഓഫ് യുവർ എസ്സേ വിൽ ബി സറൗണ്ടഡ് ഓൺ ദി കൗണ്ടർ ആർഗ്യുമെന്റ് ഓഫ് യുവർ എസ്സേ. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഓൾറെഡി രണ്ട് സൈഡും പറഞ്ഞു അല്ലെ, ഇത് പോസിറ്റീവാന്നും പറഞ്ഞു, നെഗറ്റീവാന്നും പറഞ്ഞു. ഇന്ന് ഫൈനൽ സൈഡിനെയാണ് നമ്മൾ വിളിക്കുന്നത് കൺക്ലൂഷൻ ആർഗ്യുമെന്റ് എന്ന് വിളിക്കും. ഈ കൺക്ലൂഷൻ ആർഗ്യുമെന്റിൽ നമ്മൾ എന്താ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ ഇത് രണ്ടും അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യൂ പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആക്ച്വലി എന്താ വേണ്ടത്? കണ്ടന്റ്മെന്റ് ഈ നാച്ചുറൽ വെൽത്ത് തന്നെ ലക്ഷറീസ് ആർട്ടിഫിഷ്യൽ പോവർട്ടി എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റിൽ നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടോ? അതോ ആർ വി പുട്ടിങ് എനി ന്യൂ ഡയമെൻഷൻസ്, പുതിയ സാധനങ്ങളായിട്ട് ഇത് മാറ്റുന്നുണ്ടോ? ബിക്കോസ് ഓഫ് ആഫ്റ്റർ അനാലിസിസ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് പർട്ടിക്കുലർ ടോപ്പിക് ഹാസ് എ ടു സൈഡ്സ്. ഈ സൈഡ്സിൽ ഫസ്റ്റ് സൈഡ് മാത്രമാണ് എസ്സേ പറയുന്നത്, സെക്കൻഡ് സൈഡ് യു പുട്ട് ഇറ്റ് ഇൻ എ കൗണ്ടർ ആർഗ്യുമെന്റ്, ആൻഡ് ദ തേർഡ് സൈഡ് അങ്ങനെയാണെങ്കിൽ എന്താണ്, വിച്ച് ഈസ് കൺക്ലൂഡിങ് ആർഗ്യുമെന്റ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താണ് ആക്ച്വലി ഒരു മനുഷ്യനെ ഹാപ്പി ആയിട്ടിരിക്കാൻ എത്രത്തോളം വെൽത്ത് വേണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള വെൽത്തോ വേണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ലക്ഷറി വേണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് യുവർ കൺക്ലൂഡിങ് ആർഗ്യുമെന്റ്. അപ്പൊ 3 പെർസ്പെക്റ്റീവ് ഉണ്ടാവും നിങ്ങളെ എസ്സേ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഞങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയ ടോപ്പിക് കാണിച്ചത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഉണ്ടാവുന്ന ഒരു ടോപ്പിക് ബേസിക്കലി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക് അതെവിടെ? ഓക്കെ, ഇറ്റ് ഈസ് ബെസ്റ്റ് ടു സീ ലൈഫ് ആസ് എ ജേർണി. ഇതിപ്പോ നിങ്ങൾ എല്ലാവരും ഏകദേശം എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനമായിരിക്കും. ഇറ്റ് ഈസ് ബെസ്റ്റ് ടു സീ ലൈഫ് ആസ് എ ജേർണി നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ. ഇവിടുത്തെ ആർഗ്യുമെന്റ് എന്താണ്? ലൈഫിനെ നമ്മൾ എങ്ങനെയായിട്ട് കാണണം? ജേർണി ആയിട്ട് കാണണം, ഡെസ്റ്റിനേഷൻ ആയിട്ട് കാണാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇവിടെ പറയാണ്, ഫസ്റ്റ് എസ്സേ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നല്ല ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. നമ്മൾ ഇൻട്രൊഡക്ഷൻ എങ്ങനെ എഴുതണം നമുക്ക് വിൽ ഡിസ്കസ് ഇറ്റ്. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്? ലൈഫിനെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ജേർണി ആയിട്ടാണ്. എന്തുകൊണ്ട് ജേർണി ആയിട്ട് ഫോക്കസ് ചെയ്യണം? എന്തുകൊണ്ട് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഫോക്കസ് ചെയ്യരുത് അല്ലെ? ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗോൾ ഓറിയന്റഡ് ആയിട്ട് മാത്രമായി പോകും. അപ്പൊ ലൈഫിൽ ഗോൾ ഓറിയന്റഡ് ആയിട്ട് മാത്രം പോകുന്ന സമയത്ത് വി വിൽ ഫോർഗെറ്റ് അബൌട്ട് എൻജോയിങ് സൈഡ് സീയിങ്, നമ്മളുള്ള കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യാതായി പോകും അല്ലെ. നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുന്നു? ലൈഫ് ഇസ് എ പ്രോസസ്. ഇറ്റ് ഈസ് നോട്ട് ഒരു എൻഡ് ഗോളിലേക്ക് പോകുന്ന സാധനം അല്ല. അപ്പം അവിടെ നമ്മൾ കൂടുതൽ മീൻസിലേക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണം. നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് ഇത് ജേർണി ആയിട്ട് കാണണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈഫ് എങ്ങനെയാണ് ബെസ്റ്റ് സീൻ ആസ് എ ജേർണി. എൻഡ് ആവുമ്പോൾ മാത്രം എന്താ, ഇപ്പൊ ഡെസ്റ്റിനേഷൻ മാത്രമാണ് ലൈഫിൽ നമ്മൾ കാണുന്നെങ്കിൽ നമ്മൾ അൺഎത്തിക്കലൊക്കെ ആയിട്ട് ബിഹേവിയർ ചെയ്യും. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും റിച്ച് ആയാൽ മതി, അതാണ് ഡെസ്റ്റിനേഷൻ അല്ലെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി റിച്ച് ആവുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എങ്കിൽ, ഐ എം ഗിവിംഗ് ആൻ എക്സാമ്പിൾ, ആണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എങ്കിൽ നിങ്ങൾക്ക് ഇത് ജേർണി ആയിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ യു വിൽ യൂസ് അൺഎത്തിക്കൽ മീൻസ് ടു ബിക്കം റിച്ച്. ഓക്കെ, സോ ഇവിടെ ജേർണി അടിപൊളി ആവണം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? റൈറ്റ് മീൻസേ നിങ്ങൾ ചൂസ് ചെയ്യുള്ളൂ. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എൻഡ് എന്തായിരിക്കും? റൈറ്റ് എൻഡ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡെസ്റ്റിനി എൻഡ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ലൈഫിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഇപ്പം ലൈഫിൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ വരുന്ന എക്സ്പീരിയൻസിന് പല എക്സ്പീരിയൻസുകളും നമുക്ക് ഹാപ്പിനെസ്സോടുകൂടി എൻജോയ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യണം. ഡെസ്റ്റിനേഷനിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ആങ്സൈറ്റി വരും, സ്ട്രെസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ എന്താ നമ്മൾ പറയുന്നത്? എന്തുകൊണ്ട് യു ഷുഡ് ഫോക്കസ് ഇറ്റ് ആസ് എ ജേർണി റാദർ ദാൻ ബീങ് എ ഡെസ്റ്റിനേഷൻ. ഇതിനുള്ള റീസൺസ് നമ്മൾ പറയുന്നതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ ഇതിന്റെ എക്സാമ്പിൾസ് ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ ഗാന്ധി എന്ത് ചെയ്തു? സ്വരാജിന്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ അവിടെ പറയും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഡെസ്റ്റിനേഷൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വി വിൽ ഓൺലി ഫോക്കസ് ഓൺ ദ എൻഡ്. സോ ദർ ഈസ് എ ചാൻസ് ദാറ്റ് വി വിൽ ചൂസ് റോങ് മീൻസ് ടു അച്ചീവ് ദ പർട്ടിക്കുലർ എൻഡ്. So instead, if we are focusing on the journey side, we will only focusing on the rightful means. Rightful means automatically lead to rightful, destination. Ask the Mahatma Gandhi, during the non-cooperation movement, there is a higher possibility that attaining Swaraj even through violence. But Gandhi never focused on the destination, rather he focused on the journey. So that he was sure that he wanted a independence based on non-violence, based on ethical principles, based on values. So that led to our independence movement, one of the unique movement in the world. And even today, it is praised because of its nature of non-violence. എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ആർഗ്യുമെന്റിന്റെ ഫസ്റ്റ് സപ്പോർട്ടിംഗ് പോയിന്റ് വന്നു. മനസ്സിലായോ? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇപ്പൊ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒരു ബ്ലെൻഡ് തോന്നില്ലേ? ഞാനൊരു ആർഗ്യുമെന്റ് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കാണേണ്ടത് എന്നുള്ളതിന് ഒരു റീസൺ പറഞ്ഞു.
ആ ഒരു റീസണിനെ ഐ ബ്ലെൻഡഡ് വിത്ത് ആൻ എക്സാമ്പിൾ. അല്ലാതെ ഞാൻ എന്തല്ല വെറുതെ ഗാന്ധിയുടെ ലൈഫ് ഇടുകയല്ല ചെയ്തത്. ഞാൻ ആ എക്സാമ്പിളിന്റെ ഉള്ളിലേക്ക് ഗാന്ധിയെ കയറ്റിയിട്ട് എന്ത് ചെയ്തു, എന്റെ ആർഗ്യുമെന്റ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് സാധനത്തിന് ഞാൻ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തു. ഇനി ഞാൻ പറയുന്ന സാധനം ശരിയാണ് തെറ്റല്ല എന്നുള്ളത് എക്സാമ്പിളിന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഐ നോ സബ്സ്റ്റാൻഷിയേറ്റഡ് വിത്ത് മൈ ഓൺ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ ഇട്ട് ഞാൻ അതിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പം ഇതിൽ എന്ത് ചെയ്യുന്നു, ഇനി എന്താണ് നമുക്ക് ഇനി വേറെ നമുക്ക് അടുത്ത അവർ ഇത് അത് മാത്രമല്ല, മീൻസ് മാത്രമല്ല, ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ഡെസ്റ്റിനേഷൻ ഫോക്കസ് ചെയ്യുന്ന സമയത്തേക്ക് പീപ്പിൾ എന്ത് ചെയ്യാറുണ്ട്, സ്ട്രെസ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിരിക്കുന്നു. പ്രോസസ്സിലേക്ക് മാത്രം അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് കൂടാനുള്ള മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നു. അതൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വേറെ സാധനം പറയാം. അങ്ങനെ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ എക്സാമ്പിൾ കൊണ്ടുവരാം? ആളുകളുടെ ലൈഫിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കാണുന്ന ഗവൺമെന്റ് സ്കീംസ് കൊണ്ടുവരാം, ലോയിൽ നിന്ന് എക്സാമ്പിൾസ് കൊണ്ടുവരാം, സൊസൈറ്റിയിൽ നിന്ന് എക്സാമ്പിൾസ് കൊണ്ടുവരാം. അപ്പൊ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. യു ക്യാൻ ബ്രിങ് ഇറ്റ് ഇൻ എ ഡിഫറെന്റ് ഡയമെൻഷൻസ്, ബട്ട് ദർ ഷുഡ് ബി ആൻ ഓർഡർ. ആ ഓർഡർ എങ്ങനെയാണെന്ന് നമുക്കുള്ള വിൽ ഡിസ്കസ് ഇറ്റ്. അപ്പം ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പല ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ്, നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഒരു എക്സാം, എല്ലാം കേരളത്തിൽ നിന്നൊന്നും എഴുതരുത്, ഒരു എക്സാമ്പിൾ ഒക്കെ വേണമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് എഴുതാൻ പറ്റും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു എസ് എഴുതാം. ഇനി ഇതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് എന്താണ്? നമ്മൾ ജേണി മാത്രം ഫോക്കസ് ചെയ്താൽ മതിയോ? ഡെസ്റ്റിനേഷൻ ഇമ്പോർട്ടന്റ് അല്ലേ? വാട്ട് ഇഫ് വി ആർ ഓൺലി ഫോക്കസിങ് ഓൺ ദ ജേണി ആൻഡ് നെവർ റീച്ചിങ് ദ ഡെസ്റ്റിനേഷൻ? അൾട്ടിമേറ്റ്ലി എന്താണ്, ഡെസ്റ്റിനേഷൻ ഈസ് ഓൾസോ റെലവെന്റ് ആസ് ജേണി, ബിക്കോസ് ഡെസ്റ്റിനേഷൻ ആണ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ എൻഡ് റിസൾട്ട് ആയി വരുന്നത്. അപ്പൊ ഡെസ്റ്റിനേഷൻ ഇമ്പോർട്ടന്റ് അല്ലേ? വാട്ട് ഇഫ് ഇത് ഇതുപോലെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, ഒരു ഗോൾ ഇല്ലാതെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഗോൾ ഇല്ലാതെ നമ്മൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ പ്ലാനിന് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്. അപ്പൊ ഒരു ഗോൾ എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു പ്രോപ്പർ ജേണിക്ക്. ഇഫ് യു ആർ സെറ്റിംഗ് ഔട്ട് ഓഫ് എ ജേണി ആൻഡ് യു ഡു നോട്ട് നോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ, യു നോ വേർ ഡു യു ഗോ, അല്ലെ? അപ്പം എന്താണ്, വി നീഡ് ഇഫ് ദ ജേണി എന്ന് പറയുന്ന ഒരു കോമ്പസ് പോലെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഡെസ്റ്റിനേഷൻ എന്നുള്ളത് എന്താണ്, ആ കോമ്പസ് എങ്ങോട്ട് വെക്കണം എന്നുള്ള ഒരു ഡയറക്ഷനാണ് നമുക്ക് തരുന്നത്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ജേണിയിലേക്ക് നമുക്ക് എന്തും ഇമ്പോർട്ടന്റ് ആണ്. ഡെസ്റ്റിനേഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. വേർ ഡു വി നോ ഗോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ടർ ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ കൗണ്ടർ ആർഗ്യുമെന്റ്. ബട്ട് ദിസ് കംസ് ആഫ്റ്റർ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് 60% ഓഫ് എസ് കഴിഞ്ഞ ശേഷം രണ്ടാമത് നിങ്ങൾ പറയാണ് എന്തുകൊണ്ടാണ് അത്. നിങ്ങൾക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റ്മെന്റ് വേണം, വിൽ ഡിസ്കസ് ഓൾ ദിസ് തിങ്സ്. പക്ഷെ ഇതെല്ലാം ഒറ്റ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പല സെഷൻസ് വെച്ചിട്ടുണ്ട്. പതുക്കെ നമുക്ക് അതിലേക്ക് ഐ എം ഗിവിംഗ് യു ആൻ ഓവറോൾ ഐഡിയ. നെക്സ്റ്റ് സെക്ഷനിൽ, നെക്സ്റ്റ് 15th സെക്ഷനിൽ വി വിൽ ബ്രെയിൻ സ്റ്റോം. ദെയർ വി വിൽ ഓൾസോ 15th സെക്ഷനിൽ വി വിൽ ഷോ യു different themes and we'll also brainstorm 1 or 2 essays. Okay, so the thing is that ഇവിടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് എങ്ങനെ ജേണിനെ പോലെ ഡെസ്റ്റിനേഷൻ ആണ്. ഇനി നമ്മൾ എന്ത് പറയും, ഡെസ്റ്റിനേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയും. ജേണിക്ക് മാത്രമല്ല ഡെസ്റ്റിനേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കൗണ്ടർ ആർഗ്യുമെന്റ് പറഞ്ഞു. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇവിടെ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യുമ്പം ജേണി മാത്രമാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് ഈ സ്റ്റേറ്റ്മെന്റ് സത്യം എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ അവസാനം വന്ന് പറയാണ് ഇങ്ങനെയൊക്കെയാണ് ഡെസ്റ്റിനേഷൻ ഇമ്പോർട്ടന്റ് ആണെങ്കിലും ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ ലൈഫിനെ എന്തായിട്ട് കാണണം, ജേണി ആയിട്ട് കാണണം, ഡെസ്റ്റിനേഷൻ ആയിട്ട് കാണരുത് എന്ന് പറഞ്ഞ എസ്സേ പറയുന്ന ടോപ്പിക് ആയിട്ട് നിങ്ങൾക്ക് ഇനി കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് യു ആർ ഓൾറെഡി ഡിസ്കസ് ദി അതർ ഡയമെൻഷൻ ദാറ്റ് ഡെസ്റ്റിനേഷൻ ഓൾസോ റെലവെന്റ്. സോ ഇവിടെ കൺക്ലൂഷൻ ആർഗ്യുമെന്റ് എന്താണ്? യു നീഡ് ടു ഹാവ് എ പ്രോപ്പർ എത്തിക്കൽ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ വേണം, എത്തിക്കൽ ആയിട്ടുള്ള മീൻസും വേണം, അല്ലെ ജേണിയും വേണം. സോ ബോത്ത് ജേണി ആൻഡ് ഡെസ്റ്റിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്, അല്ലെ? ഒരു ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജേണി അവിടെ തീരുന്നില്ല. വി വിൽ ഹ്യൂമൻസ് വിൽ ഓൾവേസ് ട്രാവൽ വൺ ഡെസ്റ്റിനേഷൻ ടു ദ അതർ ഡെസ്റ്റിനേഷൻ, അല്ലെ? ഇപ്പൊ ലൈഫിൽ ഹിന്ദു ഫിലോസഫി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ഡിഫറെന്റ് ഡെസ്റ്റിനേഷൻ ലൈഫ്. ബ്രഹ്മചര്യ, അല്ലെ? അതുപോലെ തന്നെ കഴിഞ്ഞാൽ ഗൃഹസ്ഥ, സന്യാസ, അങ്ങനെ ദർ ആർ ഡിഫറെന്റ് ഡെസ്റ്റിനേഷൻ. ബട്ട് ദ ജേണി ഫുൾഫിൽ ചെയ്യണം എന്ത് ചെയ്യണം? ഈ ഡെസ്റ്റിനേഷൻസ് ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴാണ്. ഒരു ഹ്യൂമൻ ലൈഫിൽ ഇത്രയും ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ട്. സോ അവിടെ എന്ത് ചെയ്യണം? രണ്ടിനെയും ബാലൻസ് ചെയ്യണം. ദിസ് വിൽ ബി യുവർ കൺക്ലൂഡിങ് ആർഗ്യുമെന്റ്. ഓക്കെ, സോ ഇങ്ങനെ എസ്സേൻ എന്ത് ചെയ്യാൻ പറ്റും? ആർഗ്യുമെന്റുകളായിട്ട് മാറ്റണം. ഈ ആർഗ്യുമെന്റിന്റെ ഉള്ളിൽ നിങ്ങൾ ഇടുന്ന സാധനങ്ങളാണ് എക്സാമ്പിൾസിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനാണ്. എക്സാമ്പിൾസ് ആർ നോട്ട് യുവർ എസ്സേസ്. ആർഗ്യുമെന്റ്സ് ആർ മെയിൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ. ആർഗ്യുമെന്റിലാണ് നിങ്ങൾ പറയുന്നത് വൈ ദിസ് ഇസ് ട്രൂ or why this is not true, and you are substantiating your why with the examples. Okay, so ഒരു എസ്സേന്റെ പർട്ടിക്കുലർ ടോപ്പിക് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് വൈ ഐ സെഡ് ദിസ് ബിക്കോസ് ബിഫോർ ചൂസിങ് എ ടോപ്പിക് നിങ്ങൾ ആ ടോപ്പിക്കുമായിട്ട് ഇരുന്നിട്ട് ട്രൈ ടു റീകോൾ ദി ആർഗ്യുമെന്റ്. നിങ്ങൾക്ക് ഇതിനകത്ത് ആർഗ്യുമെന്റ് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം ഈ ഒറ്റ ആർഗ്യുമെന്റ് വെച്ച് നിങ്ങൾക്ക് 12 പേജ് എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട്, ഭയങ്കര ബോറായിരിക്കും. എസ്സേക്ക് അനലിറ്റിക്കൽ എബിലിറ്റി ഉണ്ടാവില്ല. എങ്ങനെയാണ് നമ്മൾ ഒരു സാധനത്തിന് അനലൈസ് ചെയ്യുന്നത്? നമ്മൾക്കറിയാം അല്ലേ? ഫസ്റ്റ് അത് ട്രൂ ആണെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഇനി അത് തെറ്റാണോ എന്നുള്ളതും ടെസ്റ്റ് ചെയ്യണം.
അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സ്പെരിമെന്റ് നടത്തുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറയാണ്, ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ സാധനം, ഈ സാധനത്തിന് പറക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് പറപ്പിച്ച് നോക്കി ഞാൻ ടെസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇത് എന്ത് ചെയ്യും, ഇത് പറക്കുന്നില്ല എന്നുള്ളതിനുള്ള റീസൺസും ഞാൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ എനിക്ക് രണ്ട് സൈഡിലുള്ള വ്യൂ പോയിന്റ് കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, 100% ഒരു റൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് അനാലിസിസ് നമുക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ ആർഗ്യുമെന്റ് എന്താണെന്നുള്ളതും കൗണ്ടർ ആർഗ്യുമെന്റ് എന്താണെന്നുള്ളതും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ആ ടോപ്പിക്കിന്റെ നിങ്ങൾക്ക് പറ്റുന്നില്ല, ഇതിനകത്ത് ഒരു സൈഡ് മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ടോപ്പിക് എടുക്കാതിരിക്കുന്നത് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് എന്ത് ചെയ്യും, നിങ്ങൾ 1 ഡയമെൻഷൻ മാത്രമേ എസ്സേയിൽ ഉണ്ടാവുള്ളൂ, ഒരേ ഒറ്റ ലൈൻ വരച്ചതുപോലെ എഴുതും. അപ്പൊ എക്സാമിനറിന് മനസ്സിലാവും നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ പർട്ടിക്കുലർ എസ്സേ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസസ് കുറവാണ്. സോ അവിടെ നിങ്ങൾ എൻഷുർ ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ ഡയമെൻഷനിലേക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇനി ആർഗ്യുമെന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആർഗ്യുമെന്റിന് എഴുതാൻ പറ്റുന്ന കുറെ എക്സാമ്പിൾസുകൾ നിങ്ങൾക്ക് ഉണ്ടോ. ഇനി ചില ആളുകൾക്ക് ഓൾറെഡി ഒറിജിനൽ ആയിട്ട് തന്നെ ഫസ്റ്റ് തന്നെ ആർഗ്യുമെന്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചില ആളുകൾ ആദ്യം എക്സാമ്പിൾസ് ഡെവലപ്പ് ചെയ്യും, എന്നിട്ട് അതിൽ നിന്ന് ആർഗ്യുമെന്റിലേക്ക് തിരിച്ച് കണക്ട് ചെയ്താലും മതി. റിവേഴ്സ് എഞ്ചിനീയറിംഗ് വിച്ച് ഈസ് ഓൾസോ ഗുഡ്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെടുന്ന കുറെ എക്സാമ്പിൾസുകളും ഇൻസിഡൻസും എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ അങ്ങനെ കുറെ ഇൻസിഡൻസും എക്സാമ്പിൾസും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് ആർഗ്യുമെന്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വിൽ ഡു ഇറ്റ്. സോ എക്സാമ്പിൾസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ പല വാല്യൂസും നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കൺക്ലൂഡിങ് ആർഗ്യുമെന്റ്, നിങ്ങളുടേതായ ഒരു വ്യൂ പോയിന്റ് അതിനകത്ത് എഴുതാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ വിച്ച് ഈസ് ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യൂ പോയിന്റ് എഴുതാനുള്ള പോസിബിലിറ്റി ഉള്ള എസ്സേ ആണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങളൊരു വ്യൂ പോയിന്റോ നിങ്ങളുടെ ഒരു ഐഡിയാസോ നിങ്ങൾക്ക് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് എസ്സേസ് ആണെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ദാറ്റ് പർട്ടിക്കുലർ എസ്സേ എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് ഒരു ടോപ്പിക് ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്ന സാധനം ആ എസ്സേന്റെ ഇൻട്രൊഡക്ഷൻ എഴുതുന്നതിലാണ്. ഇൻട്രൊഡക്ഷൻ എഴുതുന്നത് എല്ലാ ഭാഗത്തിലും ഇമ്പോർട്ടന്റ് ഉണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പൊ നമ്മൾ സിനിമയ്ക്ക് ടീസർ എന്ന് പറയുന്ന പോലെയാണ് ഇൻട്രൊഡക്ഷൻ എസ്സേന്റെ. കാരണം എസ്സേയുടെ വായിക്കുന്ന സമയത്ത് നിങ്ങൾ എസ്സേ എത്ര അടിപൊളിയാണ്, അല്ലെങ്കിൽ എസ്സേയിലോട് ഞാൻ എത്രത്തോളം ഇൻവോൾവ് ആയി വായിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വായിക്കുന്നതോടുകൂടി ഞാൻ തീരുമാനിക്കും. നിങ്ങൾ വളരെ അടിപൊളിയായിട്ടുള്ള അതിനെ വെച്ചിട്ട് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ ഭയങ്കര സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര വലിയ ഇൻട്രൊഡക്ഷൻ എഴുതി ലാസ്റ്റ് ബോഡി മോശമായി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അർജുന് എസ് കേട്ട് അർജുൻ അൺമ്യൂട്ട് വരെ ചെയ്തു പോയി. ഓക്കെ, അപ്പം നമ്മളെവിടെ പറഞ്ഞു നിർത്തിയ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സോ ഇൻട്രൊഡക്ഷന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻട്രൊഡക്ഷൻ എന്ത് ചെയ്യണം, ഒരു എക്സാമിനർ ഇൻട്രൊഡക്ഷൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം അതിനകത്തേക്ക് ഇൻവോൾവ് ആവണം എന്നുള്ളത് നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വായിക്കുന്ന സമയത്ത് തന്നെ ഡിസൈഡ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പം അവിടെ നിങ്ങൾ ഇപ്പൊ നമ്മൾ പല സമയത്ത് ഒരു സിനിമ കാണുന്നതിന് മുമ്പ് എന്താ നമ്മൾ ചെയ്യുക, ആ ടീസർ കണ്ടാൽ നിങ്ങൾക്ക് സിനിമ എന്താണെന്ന് കംപ്ലീറ്റ്ലി മനസ്സിലാവില്ല എന്നുണ്ടെങ്കിലും വാട്ട് യു ക്യാൻ എക്സ്പെക്ട് ഔട്ട് ഓഫ് ദിസ് മൂവി എന്നുള്ളത് നിങ്ങൾക്ക് ആ ടീസർ കാണുമ്പോൾ മനസ്സിലാവും അല്ലെ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യില്ല, വി വോണ്ട് ഗെറ്റ് കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ്, ബട്ട് വി നോ ദാറ്റ് ഈ സിനിമ കാണണോ വേണ്ടോ എന്നുള്ള ഒരു ടീസർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണ്, നിങ്ങൾ ആലോചിക്കുക, 3 മണിക്കൂറിന്റെ ഒരു സിനിമ അല്ലെങ്കിൽ 2.5 മണിക്കൂറിന്റെ ഒരു സിനിമ വെറും 1 മിനിറ്റിൽ താഴെയുള്ള ടീസർ കണ്ടിട്ട് യു വിൽ ഡിസൈഡ് ദാറ്റ് വെദർ ടു വാച്ച് ഇറ്റ് ഓർ നോട്ട്. നമ്മൾ വെറുതെ പറയാറുണ്ട്, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ ബട്ട് വി ഓൾവേസ് ജഡ്ജ് ബൈ ഇറ്റ്സ് കവർ. ദാറ്റ് ഇസ് വാട്ട് ഹ്യൂമൻ ഇസ്. ഇതൊക്കെ പറയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, ബട്ട് വി ഓൾവേസ് ജഡ്ജ് ബൈ കവർ. സോ നമ്മൾ എന്ത് ചെയ്യും, ടീസർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 2.5 മണിക്കൂറിൽ ഒരു സിനിമയെ ജഡ്ജ് ചെയ്യുന്നു. ദ സെയിം ലൈക്ക് യുവർ എസ്സേ വിൽ ബി ജഡ്ജ്ഡ്. ഈ 1200 വേർഡ്സിന്റെ എസ്സേ നിങ്ങളുടെ വെറും 100 വേർഡ് 150 വേർഡിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ കണ്ട് ജഡ്ജ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. സോ ബേസിക്കലി ഹ്യൂമൻസ് ബയാസ്ഡ് ആണ്. സോ അതിന്റെ ബയാസ്നെസിന്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അത് ഏറ്റവും റെലവെന്റ് ആയിട്ട്, ക്വസ്റ്റ്യന് റെലവെന്റ് ആയിട്ട്, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എക്സാമിനറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, ഒരു എസ്സേ ആ ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ തന്നെ എക്സാമിനർ തോന്നണം, ഓക്കെ വിച്ച് ഈസ് ഈ ഒരു എസ്സേയിൽ എന്തെങ്കിലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ദർ ഇസ് എ ബ്യൂട്ടി ഇൻ ദിസ് പർട്ടിക്കുലർ റൈറ്റിംഗ് എന്നുള്ളത് തോന്നുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു ഡെഫിനേഷൻ ഒന്നും വെച്ച് നിങ്ങൾ തുടങ്ങാതിരിക്കുക. ഓക്കെ, ഡെഫിനേഷൻ ഒക്കെ വെച്ച് എസ്സേ എഴുതാം, പക്ഷെ എന്ത് ചെയ്യാം, ട്രൈ ടു അവോയ്ഡ് ദിസ് പർട്ടിക്കുലർ ഓഫ് ടെക്നിക്. റാദർ എന്ത് ചെയ്യാം, കുറച്ചുകൂടി റെലവെന്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അനിക്ഡോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാൻ പറ്റും, പോയംസ് കൊണ്ടുവരാൻ പറ്റും. സോ പല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്സേയിലെ ഇൻട്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതാണ്. സോ ആ രീതിയിലേക്ക് എന്ത് ചെയ്യാൻ നോക്കുക, എസ്സേനെ
കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് എഴുതി തീർക്കാന്നല്ല, 1500 വേർഡ് ഇൻട്രൊഡക്ഷൻ എഴുതാം, അല്ലെങ്കിൽ 2 പേജ് ഇൻട്രൊഡക്ഷൻ എഴുതാല്ല. മാക്സിമം എത്ര എഴുതണം? 1.5 പേജാണ് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാനുള്ള സ്ഥലം മാക്സിമം. ഓക്കെ, ആ 1.5 പേജ് കൊണ്ട് തന്നെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എങ്ങോട്ട് എത്തിയിരിക്കണം? നിങ്ങളുടെ പർട്ടിക്കുലർ എസ്സേയുടെ ടോപ്പിക്കിലേക്ക് നിങ്ങൾ എത്തണം എന്നുള്ളതാണ്. ഓക്കെ, സോ എക്സാമിനറിന്റെ മൈൻഡിലേക്ക് അതിനെന്ത് ചെയ്യണം? നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇൻട്രൊഡക്ഷൻ എഴുതാൻ പല ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്റ്റോറി പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ തുടങ്ങാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഥ പറയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു 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 ടെക്നോളജി ബേസ്ഡ് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈഫൈ മൂവി സ്റ്റോറീസ് തുടങ്ങാം. നിങ്ങൾക്ക് മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മൂവീസ് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് എഴുതണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മലയാളം മൂവീസ് ഒക്കെ എഴുതാം. പക്ഷെ മലയാളം മൂവീസ് ഒക്കെ എഴുതുന്ന സമയത്ത് യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദിസ് മൂവി ഹാസ് ആൻ നാഷണൽ റെക്കഗ്നിഷൻ. ഓക്കെ, അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം? കുറച്ച് പേരെങ്കിലും ഈ മൂവി പറ്റും, നാഷണലി ഈ ഒരു മൂവി ഡിസ്കസ്ഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ദാറ്റ് പർട്ടിക്കുലർ മൂവി. അല്ലാതെ ഇവിടെ ആരും കാണാതെ ചെറിയ ചെറിയ മൂവി ഒന്നും എടുത്തിട്ട് നിങ്ങൾ എന്ത് എഴുതരുത്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു റെലവന്റ് തോട്ട് ഇല്ല എന്ന് നമുക്ക് തോന്നുന്ന മൂവീസ് എടുത്തിട്ട് എഴുതരുത്. കുറച്ചുകൂടി ഒരു നാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മൂവി വിച്ച് ക്യാൻ ബി ഇന്റർനാഷണൽ മൂവീസും ആവാം. കേരളത്തിൽ നിന്ന് എഴുതുവാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നാഷണൽ ലെവലിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മൂവീസിൽ നിന്ന്, അതിനകത്തൊരു കണ്ടന്റ് ഉള്ള മൂവിയിൽ നിന്ന് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻട്രൊഡക്ഷൻ എഴുതാം. ഓക്കെ, സൈഫൈ മൂവീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റോറീസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു രാജുവിനെയും രാധനെയും ക്രിയേറ്റ് ചെയ്യാം. രാജു രാധ എന്ന് ഞാൻ വെറുതെ എക്സാമ്പിൾ പറയാം, രാജു രാധ എഴുതാതിരിക്കുക, വേറെ പേര് ഇടുക. പക്ഷെ എന്ത് ചെയ്യാം? അങ്ങനെയുള്ള ഒരു നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻസ് പറഞ്ഞാൽ ഒരു അനിക്ഡോട്ട്, ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഒരു ടോപ്പിക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് ദി ആൻസേഴ്സ് but the questions enlighten us. Okay, so it is not the answers but it is not the answers but the questions enlighten us എന്നാണ് നമ്മളോട് പറയുന്ന ഒരു ടോപ്പിക് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എസ്സേന്റെ ടോപ്പിക്. എന്താണ് പറഞ്ഞത്? ആൻസേഴ്സ് അല്ല, ചോദ്യങ്ങളാണ് നമ്മളെ എൻലൈറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പർട്ടിക്കുലർ എസ്സേ പറയുന്നത്. ഇതിന് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊണ്ടുവരാൻ പറ്റുമോ? ജസ്റ്റ് ഒരു 1 മിനിറ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് 1 മിനിറ്റ് ആലോചിച്ചിട്ട് ആർ യു ഏബിൾ ടു ബ്രിങ് ഔട്ട് ഒരു ബെറ്റർ ഇൻട്രൊഡക്ഷൻ, ഒരു രസകരമായ സ്റ്റോറി, എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം. എനിവൺ? It is not the answers but the questions enlighten us. ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? സാറേ, പറഞ്ഞോ. ഇത് ഈ എന്താ സിമിലർ ഒരു സിനാറിയോ ഞാൻ പറയാം. മറ്റേ മഹാഭാരതത്തില് അർജുനൻ കൃഷ്ണന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ, ക്വസ്റ്റ്യൻസ് ചോദിക്കണ്ടല്ലോ, എന്തിനാടാ കൊന്നിട്ട്, അങ്ങനത്തെ. എന്തിനാടാ അതെ, അപ്പൊ കൃഷ്ണന്റെ നമുക്ക് പറയാം. ഇപ്പൊ ബേസിക്കലി ഇപ്പം ഈ പറഞ്ഞ പോലെ മഹാഭാരതത്തിന്റെ ഇൻട്രൊഡക്ഷൻസ് പോലെ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൃഷ്ണനും അർജുനും തമ്മിലുള്ള കോൺവെർസേഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അർജുൻ ചോദിക്കുന്ന അല്ലെ കൃഷ്ണൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരമായിട്ട് ആ ചോദ്യങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അയാൾ എൻലൈറ്റഡ് ആയി മാറുന്നത് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാം അല്ലെ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം വേറെ ആരെങ്കിലും ഇൻട്രൊഡക്ഷൻ ഉണ്ടോ? ഇപ്പം മഹാഭാരതം അല്ലാതെ മഹാഭാരതം അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതാം, ആ ഒരു കഥ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ കഥ എഴുതുമ്പം മഹാഭാരതത്തിന്റെ കഥ തുടങ്ങുമ്പോൾ തന്നെ കഥയിൽ എന്തുണ്ടാവും? അത് ഭയങ്കര പ്രെഡിക്റ്റബിൾ അല്ലേ? ഭയങ്കര പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് എഴുതി തുടങ്ങുമ്പോൾ അർജുനനും കൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ ഐ നോ വാട്ട് യു ആർ ഗോയിങ് ടു സേ. ഓട്ടോമാറ്റിക്കലി എന്റെ സർപ്രൈസ് എലമെന്റ് വരും. ഐ കാൻ ലാഫ് വിത്ത് സെയിം ജോക്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് നമ്മൾ വിഷമിക്കുകയില്ല. ഇതിപ്പം ഇയാളെ സംബന്ധിച്ചോളം, ഇയാൾ ഒരു പ്രായ ഒരാളെ സംബന്ധിച്ചോളം അയാൾ ഒരുപാട് തവണ ഈ കഥ കേട്ടിട്ടുണ്ടാവും. സോ ഇഫ് യു ക്യാൻ റൈറ്റ് ഇറ്റ്, but write in a giving, in a manner that which there is some kind of suspense element create ചെയ്യുന്ന പോലെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ which is better. So always trying to bring that suspense element in your introductions. എവിടെയെങ്കിലും ഒരു സസ്പെൻസ്, മേ ബി അത് കൺക്ലൂഷനിലേക്ക് എത്തുമ്പോഴായിരിക്കും നിങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ വേണമെങ്കിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ സസ്പെൻസ് അവിടെ കൊണ്ടുവരാം. അങ്ങനെയും എഴുതാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും?
ബുദ്ധന്റെ എക്സാമ്പിൾ എഴുതാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ബുദ്ധ ആലോചിക്കുക, ബുദ്ധ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറെ ഉത്തരങ്ങളാണോ? ബുദ്ധയ്ക്ക് എന്ത് ചെയ്യുന്നു, 3-4 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? ആ ചോദ്യങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, എൻലൈറ്റ്മെന്റ് വരുന്നത്. എന്താണ്, വാട്ട് ഈസ് ദി കോസ് ഓഫ് പെയിൻ ഫോർ ഹ്യൂമൻ ലൈഫ് അല്ലെ? വൈ ദർ ഇസ് എ സഫറിങ് ഇൻ ദ വേൾഡ്. ഈ സഫറിങ് ഇൻ ദ വേൾഡിനെ പറ്റിയുള്ള ചോദ്യങ്ങളിൽ നിന്നല്ലേ എന്ത് ചെയ്യുന്നത്, എന്താണ് സഫറിങ് എന്ന് അന്വേഷിച്ച് പോകുമ്പോഴല്ലേ നമുക്ക് എന്ത് ചെയ്യുന്നത്, ബേസിക്കലി എന്താണ് ഇതിനകത്ത് ബുദ്ധയ്ക്ക് എൻലൈറ്റ്മെന്റ് കിട്ടുന്നത്. സോ ഇതിന്റെ ആൻസേഴ്സിനെക്കാട്ടും കൂടുതൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എൻലൈറ്റ്മെന്റ് കിട്ടിയെന്ന് നമുക്ക് പറഞ്ഞൂടെ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറെ സ്റ്റോറീസ് ഉണ്ടാക്കാം. അപ്പൊ സ്റ്റോറീസ് ഉണ്ടാക്കുമ്പോൾ സ്റ്റോറീസിൽ എന്ത് ചെയ്യാൻ നോക്കുക, കുറച്ചുകൂടി നിങ്ങളെ സ്റ്റോറീസ് കൊണ്ടുവരുന്ന സമയത്ത് സ്റ്റോറി കുറച്ചുകൂടി ഒരു സസ്പെൻസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റോറി എഴുതാൻ പറ്റുമോ എന്നുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, സോ ബേസിക്കലി ആ ഒരു ഭാഗം നിങ്ങൾ എൻഷുർ ചെയ്യണം. അതുപോലെ സസ്പെൻസ് എങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും നിങ്ങൾ നോക്കണം. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ശങ്കരാചാര്യന്റെ സ്റ്റോറീസ് എഴുതാം. സോ ബേസിക്കലി അധികം പേര് എഴുതാത്ത സ്റ്റോറീസ് ആയിരിക്കും. അപ്പൊ കുറച്ചുകൂടി അതിനകത്തൊക്കെ എന്ത് ചെയ്യും, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ആ രീതിയിൽ അനിക്ഡോട്ട്സ് എന്ത് ചെയ്യുക, കൊണ്ടുവരാൻ നിൽക്കുക. അല്ലെങ്കിൽ സ്റ്റാറ്റിക്കൽ ഡാറ്റ എന്ന് പറയുന്ന വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ ആണ്. പക്ഷേ ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു റൈറ്റ് അബൌട്ട് ഇറ്റ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻട്രൊഡക്ഷൻസ് സ്റ്റാറ്റിക്കൽ ഡാറ്റ വെച്ചിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എഴുതാമെന്ന് വെച്ചാൽ എഴുതാം. പക്ഷെ എഴുതാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം എന്താണ്, ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടില്ലാത്ത വളരെ ഡ്രൈഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. അപ്പം എഴുതാൻ പോസിബിൾ ആണ്, എഴുതണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇഫ് യു ഹാവ് അതർ ഓപ്ഷൻസ്, ഗോ ഫോർ ഇറ്റ്. ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോകാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അതും പൊതുവെ എന്തിലാണ്, ജനറൽ സ്റ്റഡീസ് എസ്സേയിലൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുക. അബ്സ്ട്രാക്ട് ടോപ്പിക്കിൽ ഈ പർട്ടിക്കുലർ സാധനം എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് പോസ് എ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇൻട്രൊഡക്ഷൻ എഴുതാം. ഇങ്ങനെയാണോ, ഇതിനൊരു ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിന് ഉത്തരം പോലെ വേറെ സാധനം വരുന്നു, വീണ്ടും അടുത്ത ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിന് ഉത്തരം വരുന്നു. സോ ദിസ് ഈസ് ലൈക്ക് എ കോൺവെർസേഷൻ. ഓക്കെ, സോ കോൺവെർസേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നു, കോൺവെർസേഷൻ പോലെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം അതിനൊരു ഉത്തരം വരുന്നു, അതിന് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നു, അതിന് ഉത്തരം വരുന്നു. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യരുത്, ഒരു ഫ്ലോ ഒന്നും ഇല്ലാത്ത പോലെ ആവരുത്. ഇത് പാരഗ്രാഫ് തന്നെ ആയിരിക്കണം. ഒരു പാരഗ്രാഫിന്റെ ഉള്ളിലൂടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ വരുന്നു. അതൊരു പ്രാക്ടീസ് ഉള്ള ആളുകളാണ് എഴുതേണ്ടത്. പ്രാക്ടീസ് ഇല്ലാതെ ആ ഒരു നേച്ചർ, ചില ആളുകൾക്ക് ഒരു പ്രത്യേക നേച്ചർ അതിനകത്തുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അതില്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതരുത്, ആ ഒരു പർട്ടിക്കുലർ ആസ്പെക്ട്സ് എഴുതരുത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, എഴുതി എന്റെ കൈക്കൊരു വേണം, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. സോ ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, വാട്ട് ഈസ് ഗുഡ് ലൈഫ് എന്നുള്ളതാണ്. ഗുഡ് ലൈഫിനകത്ത് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ബേസിക്കലി ഗുഡ് ലൈഫ് ഈസ് വൺ ഹെൽപ്ഡ് ബൈ കമ്പാഷൻ ആൻഡ് ഗൈഡഡ് ബൈ ഹ്യൂമാനിറ്റി. സോ ഇവിടെ ചോദിക്കാം, വാട്ട് ഈസ് ഗുഡ് ലൈഫ്, വാട്ട് ഈസ് പവർ, വാട്ട് ഈസ് സ്റ്റാറ്റസ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്താം, നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് ചെയ്യാം എന്നുള്ളതാണ്. സോ ഇതൊരു പ്രാക്ടീസ്, എന്തും പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷന്റെ അല്ലെങ്കിൽ ഈ ഒരു മാസത്തെ സെഷന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ക്യാൻ ഐഡന്റിഫൈ യുവർ ഓൺ നേച്ചർ ഓഫ് റൈറ്റിംഗ്. പല ആളുകൾക്ക് പല റൈറ്റിംഗ് സ്കിൽസ് ആണുള്ളത്. എല്ലാവരെയും എസ്സേ ഒരേപോലെ ഉണ്ടാവില്ല, പല രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ രീതി ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് പറ്റുന്ന ടൈപ്സുകൾ ഏതാണ്, നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആവുന്ന ഏരിയാസ് ഏതൊക്കെയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതൊക്കെ കൊടുക്കേണ്ടത്. അപ്പൊ ചില ആളുകൾക്ക് ഇത് ഓക്കെ ആയിരിക്കും, ചില ആളുകൾക്ക് സ്റ്റോറി ആയിരിക്കും, ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോറി അനിക്ഡോട്ട് ഒന്നും എഴുതാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് യു ക്യാൻ ഓൾസോ സ്റ്റാർട്ട് വിത്ത് എ കോട്ട് ഓർ പോയം. സോ ബേസിക്കലി 2018 വരെ നമ്മൾ എസ്സേ എഴുതുന്ന സമയത്ത് കൂടുതലും നമ്മൾ ഒരു കോട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പോയം വെച്ചിട്ടോ എഴുതുന്ന രീതിയിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, എസ്സേ എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ആ ട്രെൻഡ് എന്ത് ചെയ്യുന്ന ഔട്ട് ആവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും, കോട്ട് എഴുതുകയാണെങ്കിൽ തന്നെ വി വിൽ ട്രൈ ടു ബ്രിങ് കോട്ട് ഇൻസൈഡ് ആൻ എസ്സേ. സോ ബോഡിന്റെ ഇടയിലുള്ള ട്രാൻസിഷൻസ്, ഹെഡിങ്സ് കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് ഹെഡിങ് നിർബന്ധമില്ല. ഹെഡിങ് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോട്ട് വെച്ചിട്ട് ഹെഡിങ്സ് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും. റൈറ്റിംഗിന് ഇടയിൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ഇടയിൽ എന്ത് ചെയ്യുന്നു, 2 കോട്ട് വെച്ചിട്ട് അടുത്ത ലൈൻസ് എഴുതുന്നു. സോ ബേസിക്കലി കോട്ട്സ് കുറച്ച് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. കോട്ട്സ് വെച്ച് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ തുടങ്ങുകയും ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ്, ജനറൽ സ്റ്റഡീസ് എസ്സേക്കേ പറ്റുള്ളൂ, കുറച്ചുകൂടി കോൺടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള എസ്സേസ്. സോ ബേസിക്കലി ഇവിടെ നോക്കിയാൽ റൈറ്റ് ആയി ഇവിടുത്തെ എക്സാമ്പിൾസ് നോക്കിയാൽ ആധാറിന്റെ ബേസ് ചെയ്തിട്ടുള്ള, ഫെഡറലിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള എസ്സേസ്. അപ്പൊ ഇങ്ങനെയുള്ള എസ്സേസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ. പക്ഷെ ഇങ്ങനത്തെ എസ്സേസ് ഒന്നും ഇപ്പൊ അധികം ചോദിക്കുന്നില്ല, ഞാൻ ഓവറോൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ഡിഫൈൻ ദ ടൈം അഗെയിൻ ജനറൽ സ്റ്റഡീസ് എസ്സേ ആണ്. സോ ഇങ്ങനെയുള്ള എസ്സേസിൽ ഇപ്പം മറ്റേ ഇതിനകത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4.0 പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ബേസിക്കലി അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ഒരു ഡെഫിനേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ പോകാൻ പറ്റും. ഇപ്പൊ ഇവിടെ കുറച്ച് ടോപ്പേഴ്സ് എങ്ങനെയൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇതിനകത്ത് നോക്കിയാൽ സ്ട്രെങ്ത് ഓഫ് എ നാഷൻ ഡിറൈവ്സ് ഫ്രം ദ ഇന്റഗ്രിറ്റി അറ്റ് ഹോം എന്നുള്ളതാണ്. സോ ഇത് കുറച്ചുകൂടി നമുക്ക് ജനറൽ സ്റ്റഡീസ് എസ്സേയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ എസ്സേന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി അബ്സ്ട്രാക്ട് ടോപ്പിക് ആണെന്നും പറയാൻ പറ്റില്ല, കംപ്ലീറ്റ് ജനറൽ സ്റ്റഡീസ് ആണെന്നും പറയാൻ പറ്റില്ല. ദർ ഈസ് മിഡ് വേ ബിറ്റ്വീൻ ജനറൽ സ്റ്റഡീസ് എസ്സേ ആൻഡ് അബ്സ്ട്രാക്ട് എസ്സേന്റെ ഒരു മിഡിൽ പാത്തിലാണ് ഈ എസ്സേ ഇരിക്കുന്നത്.
അതുകൊണ്ടാണ് ഇവിടുത്തെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോട്ടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, എസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ പ്ലേറ്റോ ഇൻ ഹിസ് ബുക്സ് എന്ന റിപ്പബ്ലിക്കിൽ എന്ത് ചെയ്യുന്നു, ആ ബുക്സിനെ കോട്ട് ചെയ്തിട്ട് ആ ബുക്കിന്റെ ബേസ് ചെയ്തൊരു സ്റ്റോറിയിലാണ് എത്തിക്സ് എന്താണ് സ്റ്റേറ്റിൽ ഇൻഡിവിജ്വൽ എന്താണെന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തത് ഈ പർട്ടിക്കുലർ എസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ അങ്ങനെ വരാനുള്ള ഇതൊക്കെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ബേസിക്കലി ഇതിവിടെ നോക്കിയാൽ ബുദ്ധേനെ വെച്ചിട്ടുള്ള സ്റ്റോറി വെച്ചിട്ടാണ് ഈ എസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സിദ്ധാർത്ഥ് ഗൗതമ ബോൺ ഇൻ അംബനി ഡ്യൂറിംഗ് ദ ബർത്ത് ഓഫ് എന്ത് ചെയ്യുന്നു, ബേസിക്കലി ബുദ്ധ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാലോ. സോ മോങ്ക് ആവുന്നു, ഇങ്ങനെ നടക്കുന്നു, വണ്ടർ ചെയ്യുന്നു, ഫൈനലി എന്ത് ചെയ്യുന്നു, എൻലൈറ്റഡ് ആവുന്നു എന്നുള്ളത് വെച്ചിട്ട് എസ് ആയിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി എ ജെന്റിൽ വേ യു ക്യാൻ ഷേക്ക് ദ വേൾഡ് എന്നുള്ളതാണ്. ഇൻ എ ജെന്റിൽ വേ സോ ആൻ ഓൾഡ് മാൻ വിത്ത് സിമ്പിൾ ക്ലോത്ത്സ് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ജെന്റിൽ വേയിൽ എങ്ങനെയാണ് വേൾഡ് ചേഞ്ച് വരുത്തുക എന്നുള്ളതാണ് എസ് എ ചോദിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും എന്താണ്, ഗാന്ധിയെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഗാന്ധിയുടെ സിമ്പിൾ ടെക്നിക്ക് കൊണ്ട് ഗാന്ധി എന്ത് ചെയ്തു, ഒരു രാജ്യത്തിന് ഇൻഡിപെൻഡൻസ് നേടിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ ഇത് വേറൊരു ക്വസ്റ്റൻ ആണ്. ഇന്നെ കോയിൻ ഡിസ്റ്റന്റ് ഹാംലെറ്റ് എന്ത് ചെയ്യുന്നു, നെസ്റ്റഡ് വിത്ത് ഡീപ് നേഷൻസ് ആൻഡ് ഫോറസ്റ്റ് ലൈൻസ് ഓഫ് സ്മാൾ ഫാമിലി ആൻഡ് ഫോർ ഒരു കഥയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ പറയുന്നത്. കണ്ടോ, ഇവിടെ ഒരു ക്യാരക്ടറിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടുപേരെ ഇടുന്നു, ഒരു സ്റ്റോറി ടൈപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തിട്ട് ആ ക്യാരക്ടറായിട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ എസ് എഴുതുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ കേട്ടോ. സോ ഇതൊക്കെ ഫാക്ടറാണ്. ഇത് നോക്കിക്കേ, ഇത് പോയമാണ് ബേസിക്കലി, ഫ്ലഡിനെ പറ്റിയിട്ടുള്ളതാണ്. ഇതൊക്കെ ജനറൽ സ്റ്റഡീസ് എസ് എ ആണ് ഇത്, ഈ ടൈപ്പ് ഒക്കെ കേട്ടോ. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കുറെ ഇങ്ങനെയൊക്കെ ഇടുന്ന ഇതൊക്കെയാണ് അവർ അപ്ലോഡ് ചെയ്തത്, അതുകൊണ്ട് ഞാനത് എടുത്തു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു പോയംസ് വെച്ചിട്ട് വാട്ടർ എവരിവെയർ, ഇത് ലൈക്ക് യു വിൽ ബി ഓൾസോ നോ. അപ്പൊ എന്ത് ചെയ്യാനില്ല, കുടിക്കാനൊരു വെള്ളം ആ ഒരു സാധനമില്ല, അത് തന്നെ. സോ ഇങ്ങനെയുള്ള റൈംസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തുടങ്ങാൻ പറ്റും, എസ്സേസ് തുടങ്ങാൻ പറ്റും. സോ ദീസ് ആർ മെനി വേസ് യു ക്യാൻ സ്റ്റാർട്ട് എസ്സേസ് ഇൻട്രൊഡക്ഷൻ. എസ്സേന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇൻട്രൊഡക്ഷൻസ് എഴുതി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ബെറ്റർ. കാരണം ഇൻട്രൊഡക്ഷൻ ആസച്ച് തന്നെ എഴുതുക എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുത്ത് കുറച്ചുകൂടി ആലോചിച്ച് എഴുതേണ്ട സാധനമാണ്. കാരണം നിങ്ങൾക്ക് കുറെ പോയിന്റ് കിട്ടും. ഈ കുറെ എക്സാമ്പിളിൽ ഏത് എക്സാമ്പിളിനെയാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ കൊണ്ടുവരാൻ പോകുന്നത്. കാരണം ഈ ഇൻട്രൊഡക്ഷൻ വളരെ ചെറുതാവാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻട്രൊഡക്ഷന് ഫർദർ ഈ ടോപ്പിക്കുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കണം എന്നുള്ളതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കൺക്ലൂഷൻ ആർഗ്യുമെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് തന്നെ രണ്ട് സൈഡ് ഉണ്ടായേക്കാം. ആ രണ്ട് സൈഡ് നമുക്ക് പിന്നീട് ചിലപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് അഗെയിൻ ഗുഡ്. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ എത്രത്തോളം എങ്ങനെയാണ് ആ എസ്സേന്റെ ഇൻട്രൊഡക്ഷൻ എഴുതാന്നുള്ള ടോപ്പിക് സെലക്ട് ചെയ്യുന്നതിൽ ബൈ പ്രാക്ടീസ് എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഞാൻ പറഞ്ഞ ഒരു ഓർഡറിലാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിനകത്ത് ഓർഡർ എന്ന് പറയുന്നത് ബേസിക്കലി ഇതിനകത്ത് ടെമ്പറൽ, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നൊക്കെ പറയുമെങ്കിലും ഈ ഓർഡർ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പാസ്റ്റ് ഇങ്ങനെയായിരുന്നു, പ്രസന്റ് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് എഴുതുന്നത്. പക്ഷെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു എവല്യൂഷൻ പോലെ വരുന്ന ടോപ്പിക് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ ഒരു ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓർഡർ ഫാഷൻ. എസ്സേന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അറേഞ്ച് യുവർ തോട്ട് പ്രോസസ് ഇൻ ആൻ ഓർഡർലി ഫാഷൻ അല്ലെ. എങ്ങനെയാണ് ഈ ഓർഡർലി ഫാഷൻ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബുദ്ധന്റെ കഥയാണ് നിങ്ങൾ ആദ്യം പറഞ്ഞതെന്ന് വിചാരിക്കുക. ആദ്യത്തെ എക്സാമ്പിൾ നിങ്ങൾ ബുദ്ധനെ പറ്റി പറഞ്ഞു. രണ്ടാമത്തെ എക്സാമ്പിളിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1991 റിഫോമിനെ പറ്റി പറയുന്നു. വീണ്ടും നിങ്ങൾ അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ പറയാൻ പോകുന്നത് അക്ബറിന്റെ കാലഘട്ടമാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എസ്സേയിൽ എത്ര നിങ്ങൾ ഫ്ലോ കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ എസ്സേയിൽ ഫ്ലോ വരില്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടം തമ്മിൽ ഒരു ബന്ധവുമില്ല. ബുദ്ധന്റെ കഥ പറഞ്ഞ 1991 എത്തി, പിന്നെ അക്ബറിലേക്ക് പോകുമ്പോൾ ഈ അക്ബർ ശരിക്കും എവിടെ വരണമായിരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ഫ്ലോ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു ഓർഡർ എവിടുന്നെങ്കിലും റാൻഡം ആയിട്ട് നിങ്ങൾ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് എസ്സേക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എങ്ങനെ തുടങ്ങുന്നു, ഇപ്പം ഹിസ്റ്റോറിക്കലായിട്ട് വരുന്ന എസ്സേസ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പം ഒരു എസ്സേ UPSC ചോദിച്ചൊരു എസ്സേ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് ആലോചിക്കുക, എ ഗേൾസ് ആർ വെയ്റ്റഡ് ഡൗൺ ബൈ റെസ്ട്രിക്ഷൻസ്, ബോയ്സ് വിത്ത് ഡിമാൻഡ്, ടു ഈക്വലി ഹാർംഫുൾ ഡിസിപ്ലിൻ. ഐ തിങ്ക് ഇറ്റ് ഈസ് ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ, 2024 ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ 2024 ചോദിച്ചതാണ്, ഗേൾസ് ആർ വെയ്റ്റഡ് ഡൗൺ ബൈ റെസ്ട്രിക്ഷൻസ് ആൻഡ് ബോയ്സ് വിത്ത് ഡിമാൻഡ് ആൻഡ് ടു ഈക്വലി ഹാർംഫുൾ ഡിസിപ്ലിൻ. അല്ലെ, ഗേൾസിന് എന്തുണ്ട്, റെസ്ട്രിക്ഷൻസിനും ബോയ്സിന്റെ ഡിമാൻഡ്സും ആണ്. രണ്ടും എന്താണ്, ഈക്വലി ഹാർംഫുൾ ആണ്, രണ്ടും റൈറ്റ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഒരു ടൈം പീരീഡ് തൊട്ട് എങ്ങനെയാണ് ജെൻഡർ ഡെവലപ്പ് ചെയ്തത്, ഐഡിയ ഓഫ് ജെൻഡർ ഡെവലപ്പ് ചെയ്ത് പണ്ട് മുതൽ എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെയായിരുന്നു വുമൺ ആൻഡ് മെൻ their expectation in the ancient അല്ലെങ്കിൽ പ്രിമിറ്റീവ് സൊസൈറ്റിയിൽ എന്തായിരുന്നു, അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ വന്നിട്ടുള്ളത്, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വുമണിന് കൂടുതൽ റെസ്ട്രിക്ഷൻസ് എത്തിയത്. ഇവിടെ ഒരു ടെമ്പോറൽ ആസ്പെക്ട്സിന് പോസിബിലിറ്റി ഉള്ള ഒരു എസ്സേ ആണിത്. മനസ്സിലായോ? ഇവിടെ എങ്ങനെ ടെമ്പോറൽ ആസ്പെക്ട്സ് കിട്ടി, പഴയതിനെ പറ്റി പറയാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ജെൻഡർ എന്ന് പറയുന്ന സാധനം ഇന്ന് ഡെവലപ്പ് ചെയ്തല്ല. അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട് ഡിസ്കസ് ചെയ്യുന്ന ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ടൈം പീരീഡിനെ ബേസ് ചെയ്യാം. പക്ഷെ ടൈം പീരീഡിൽ ബേസ് ചെയ്യുമ്പോൾ ആ ടൈം പീരീഡിന്റെ ഓർഡർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൃത്യമാക്കി വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എക്സാമ്പിൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ ഓർഡറിൽ നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ അത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ റഫ് ഷീറ്റിൽ ഇങ്ങനെ പല എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടാവും.
നിങ്ങൾ എഴുതുന്ന സമയത്താകുമ്പോഴേക്കും എന്ത് ചെയ്യുക, ഈ ഓർഡറിലേക്ക് മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക, പ്ലേസ് ചെയ്യാൻ നോക്കുക, ഈ ടൈം പീരീഡ് കൃത്യമായിട്ട് തിരിയുക. ഏൻഷ്യന്റ് പറഞ്ഞ്, മെഡിവൽ പറഞ്ഞ്, മോഡേൺ പറഞ്ഞ് എന്ത് ചെയ്യാം, വേൾഡ് ഹിസ്റ്ററി പറയാന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഏൻഷ്യന്റ് പറഞ്ഞ്, മോഡേൺ പറഞ്ഞ്, മെഡിവൽ പറയരുത്. സോ ആ രീതിയിലേക്ക് നിങ്ങൾ ടൈം പീരീഡ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എവിടെ വെച്ച് എസ്സേ തുടങ്ങണം എന്നുള്ളത് കൂടിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, വാട്ടർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഇൻ ഫെഡറൽ ഇന്ത്യ എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ ചോദ്യത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അല്ലെ. സോ വാട്ടർ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫെഡറൽ ഇന്ത്യ എന്ന് പറഞ്ഞത്, ഇവിടെ പോയിട്ട് നിങ്ങൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഭയങ്കര ഡാം ഉണ്ടായിരുന്നു, ഈ ഡാം പൊട്ടിയിട്ടാണ് വാട്ടർ പ്രശ്നമായെന്നൊന്നും പറയരുത്. കാരണം വളരെ പെർഫെക്റ്റ് ആയിട്ട് എസ്സേ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഇൻ ഫെഡറൽ സ്റ്റേറ്റ്സ് ഇൻ ഫെഡറൽ ഇന്ത്യ. ദാറ്റ് മീൻസ് 1950 ശേഷം അല്ലെങ്കിൽ 1947 ശേഷം, കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഫെഡറൽ സിസ്റ്റം വരുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഷുഡ് ബി സ്റ്റാർട്ടഡ് ഫ്രം 1950 എന്നുള്ളതാണ്. യു ക്യാൻ ഓൾസോ ഗിവ് എ സ്മോൾ അനിക്ഡോട്ട് ഓഫ് വെള്ളത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏൻഷ്യന്റ് പീരീഡിലൊക്കെ കൊടുക്കാം. പക്ഷെ മേജർ എസ്സേ എന്ന് പറയുന്നത് എവിടെയായിരിക്കണം, ഫ്രം ദി 1950 ആയിരിക്കണം. അപ്പം അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഗ്ലോബൽ ഓർഡർ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ എന്ന് പറയുന്ന ഒരു എസ്സേയെ പറ്റി പറയുമ്പോൾ ഇവിടെ എന്തുണ്ട്, ടെമ്പോറൽ സ്കോപ്പ് ആണ് ഈ എസ്സേന്റെ ബോഡി എഴുതാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്കൊരു പീരീഡിനെ ഗ്ലോബൽ ഓർഡർ, ഹൗ ഗ്ലോബൽ ഓർഡർ ഈസ് ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ഡിഫറെന്റ് ടൈം പീരീഡിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു നമുക്ക് എഴുതാം. ഇനി അനദർ ആസ്പെക്ട്സ് ഓഫ് എസ്സേന്റെ ബോഡിയിൽ കൊണ്ടുവരുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ് ആണ്. ബേസിക്കലി ഇവിടെ ഡിഫറെന്റ് വാക്സ് ഓഫ് ലൈഫ് എഴുതുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഓർഡർ കീപ്പ് ചെയ്യുക. ആദ്യം ഇൻഡിവിജ്വലിന് എഴുതുക, ഫാമിലി, വർക്ക് പ്ലേസ്, സൊസൈറ്റി, നേഷൻ, വേൾഡ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, ഒരു എക്സാമ്പിളില് ഗാന്ധിയെ പറ്റി എഴുതി, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. രണ്ടാമത്തെ എക്സാമ്പിൾ നിങ്ങൾ ബുദ്ധയെ പറ്റി എഴുതി. ഓക്കെ, മൂന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഫോർ എക്സാമ്പിൾ മാർട്ടിൻ ലൂതർ കിങ്ങിനെ പറ്റിയാണ് എഴുതുന്നതെന്ന് വിചാരിക്കുക. സോ 3 പേരെ പറ്റി നിങ്ങൾ ഇങ്ങനെ എഴുതി പോവാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3ഉം വന്നിരിക്കുന്ന ഒരേ ഒരു ഡയമെൻഷനിൽ നിന്നാണ്, ഇൻഡിവിജ്വൽ ലൈഫ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കുറെ കണ്ടന്റ് എഴുതി ഞാൻ അടിപൊളിയായിട്ട് എഴുതി എന്ന് വിചാരിക്കും. ബട്ട് ദ ഡയമെൻഷൻസ് ഓഫ് എസ്സേ ആർ വെരി നാരോ എസ്സേ ഹിയർ അല്ലെ, ഭയങ്കര നാരോ ആയിട്ട് എഴുതിയിരിക്കുന്നത്. കാരണം എന്താണ്, ഗാന്ധി ചെയ്തതും മാർട്ടിൻ ലൂതർ ചെയ്തതും ബുദ്ധ ചെയ്തതും ആക്ച്വലി അൾട്ടിമേറ്റ്ലി ഒരേ സാധനം തന്നെയാണ്, വെറുതെ വ്യത്യാസമൊന്നുമില്ല. ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് അയാളുടെ ലൈഫ് ബാക്കിയുള്ളവർക്ക് വേണ്ടി ബെറ്റർ ആക്കുന്നതെന്ന് പറയുന്ന ആ ഒരു സെയിം ആസ്പെക്ട് ആണ്. ഡിപ്പെൻഡ്സ് ഓൺ ദ ടോപ്പിക് വി വിൽ അതിനെ സ്വിച്ച് ചെയ്ത് വെക്കുന്നു മാത്രം. ഇവിടെ എന്ത് ചെയ്യണം, ഗാന്ധി എഴുതി കഴിഞ്ഞാൽ വീണ്ടും ബുദ്ധ എഴുതുന്നതിന് ഇവിടെ സ്കോപ്പ് ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, വേറെ സ്ഥലത്തുള്ള എക്സാമ്പിൾസ് കൊണ്ടുവരണം. ഇനി ഈ എക്സാമ്പിൾസ് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഡിഫറെന്റ് ആസ്പെക്ട്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ഫാമിലിന്റെ ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ പോയി ഇൻഡിവിജ്വലിനെ ഡിസ്കസ് ചെയ്യരുത്. ഫാമിലി ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് വിത്ത് ഇൻഡിവിജ്വൽ ദെൻ ഫാമിലി ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വർക്ക് പ്ലേസ്. ഇന്നതെല്ലാം ഇതേ ഓർഡറിൽ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫാമിലി ഇൻഡിവിജ്വൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫാമിലിയെ പറ്റി ഡിസ്കസ് ചെയ്യണം താല്പര്യമില്ല, നിങ്ങൾക്ക് ഡയറക്ട്ലി സൊസൈറ്റി പോവാം. പക്ഷെ എന്ത് ചെയ്യരുത്, സൊസൈറ്റി ഡിസ്കസ് ചെയ്തിട്ട് വീണ്ടും ഫാമിലിയിലേക്ക് തിരിച്ചു വരരുത്. പിന്നെ നിങ്ങൾക്ക് നാഷണലിലേക്ക് പോവാം, വേൾഡിലേക്ക് പോവാം. ഇനി അതേപോലെ തന്നെ ഇതേ ഓർഡറിൽ ഇൻഡിവിജ്വലിൽ നിന്ന് വലുതിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഈ മാറ്റർ ഡിസ്കസ് ചെയ്യാം, ദെൻ യു ക്യാൻ ഡിസ്കസ് ഇങ്ങനെ ഇൻഡിവിജ്വലിലേക്ക് വരാം. പക്ഷെ എന്ത് ചെയ്യണം, ഇതിനെ മിസ് ആൻഡ് മാച്ച് ഇടയിൽ എന്ത് ചെയ്ത് ഇത് ഡിസ്കസ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. എന്ത് ചെയ്യുക, ഓർഡർ കീപ്പ് ചെയ്യുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോലും അറിയാതെ എസ്സേക്ക് ഒരു ഫ്ലോ വരും. പിന്നെ അതിനകത്ത് കണക്റ്റിംഗ് വേർഡ്സ് വേണം എന്നുള്ളതാണ്. കണക്റ്റിംഗ് വേർഡ്സ് വി വിൽ ഗിവ് യു എ സെറ്റ് ഓഫ് കണക്റ്റിംഗ് വേർഡ്സ് ആൻഡ് ഓൾസോ സെറ്റ് ഓഫ് കണ്ടന്റ് ഇൻ ദ സെഷൻ ദോസ് ആർ ജോയിനിങ്. സോ നമുക്ക് ഇവിടെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വി വിൽ ബി പ്രൊവൈഡിങ്. സോ അതിനകത്ത് ഒരുപാട് എക്സാമ്പിൾസും ഒരുപാട് സാധനങ്ങളും ഒരുപാട് ഇൻട്രൊഡക്ഷൻസ് ഒക്കെ നമ്മൾ മെറ്റീരിയൽ ഉണ്ട്. അതേപോലെ കണക്റ്റിംഗ് വേർഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരേണ്ടതാണ്, ഒരു ദിവസം കൊണ്ട് വരേണ്ട സാധനങ്ങളല്ല. സോ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ ഈ ഒരു എസ്സേ നോക്കിയാൽ, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഇങ്ങനെ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഓൾറെഡി UPSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ പവർ ഡൈനാമിക്സിനെ പറ്റിയുള്ള ചോദ്യമാണ്. അതല്ലെങ്കിൽ എത്തിക്സ് ആൻഡ് പവർ തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഇവിടെ പറയുന്നത്. സോ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് വിത്ത് ഗ്രേറ്റ് പവർ വരിക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഗ്രേറ്റ് പവർ ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിൽ എങ്ങനെയാണ് പവർ വരുന്നത്, ഫാമിലിയുടെ ലൈഫിൽ വരുന്നത് എങ്ങനെയാണ്, സൊസൈറ്റിയുടെ ലൈഫിൽ എങ്ങനെയാണ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. വേൾഡിലെ പവറിനെ പറ്റി നമുക്ക് പറയാം. വേൾഡിലെ ഗ്രേറ്റ് പവർ ആരാണ്, US. ബട്ട് ഇറ്റ് ഷുഡ് കം വിത്ത് റെസ്പോൺസിബിലിറ്റി. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പല സ്റ്റേജസിലൂടെയും നിങ്ങളുടെ എസ്സേസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അനദർ ആസ്പെക്ട്സ് ഓഫ് എസ്സേന്റെ ടൈപ്പ് ഓഫ് ബോഡി റൈറ്റിംഗ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രോബ്ലം സൊല്യൂഷൻ. ഇത് എഴുതുന്നവര് വളരെയധികം പ്രാക്ടീസ് ഉള്ളവർ മാത്രമേ എഴുതാവുള്ളൂ. പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകാനുള്ള സാധനമുള്ള ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പാറ്റേൺ ആണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോബ്ലം സൊല്യൂഷൻ എഴുതുമ്പം ചില സമയത്ത് ഇതിന്റെ കണ്ടിന്യൂറ്റിക്ക് ഒരു പ്രശ്നം വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് ഭയങ്കര ഈസി ആയിട്ട് എന്ത് ചെയ്യും, വരികയും ചെയ്യും. അപ്പം ഇത് ഈസിയാണ്, അതേപോലെ തന്നെ പ്രാക്ടീസ് ഇല്ലാത്ത ആളുകൾക്ക് ഒരു ട്രാപ്പുമാണ്. കാരണം ഇത് അവസാനം എത്തുമ്പോൾ ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത പോലെ ആയിരിക്കും. കുറെ പ്രോബ്ലം സൊല്യൂഷൻ ഫൈനലി അവസാനം എഴുതിയ പ്രോബ്ലത്തിന് മാത്രം കൺക്ലൂഷൻ എഴുതി നിങ്ങൾ എഴുതി പോവുകയും ചെയ്യും. സോ
ഇവിടെ നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ഒരു പ്രോബ്ലം ആദ്യം ഡിസ്കസ് ചെയ്യും, ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആദ്യം കൊടുക്കും, എന്നിട്ട് വീണ്ടും പ്രോബ്ലം കൊടുക്കും, വീണ്ടും സൊല്യൂഷൻ കൊടുക്കും, അങ്ങനെയാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമ്മൾ ഇപ്പൊ എങ്ങനത്തെ ടോപ്പിക്കുകൾക്കൊക്കെ ഇവിടെ കൊടുക്കാന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ തരാം സ്ലൈഡ്. സോ ഇപ്പം ഫോർ എക്സാമ്പിൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടോപ്പിക്സ് ദാറ്റ് ജനറലി ബെനിഫിറ്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ ഗ്ലോബലൈസേഷൻ. ഈ ഗ്ലോബലൈസേഷൻ എന്നുള്ള ടോപ്പിക്കിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് സൈഡും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി എഴുതുന്ന സമയത്ത് അവിടെ പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പോസിറ്റീവ് എഴുതാം, പിന്നെ അതിന്റെ നെഗറ്റീവ് എഴുതാം, പിന്നെ അതുമായിട്ട് ബന്ധപ്പെടുന്ന പോസിറ്റീവ് എഴുതാം, പിന്നെ അതുമായി ബന്ധപ്പെടുന്ന നെഗറ്റീവ് എഴുതാം. ഓക്കെ, അങ്ങനെയും നിങ്ങൾക്ക് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ പോസിറ്റീവും ആദ്യം എഴുതാം, പിന്നെ എല്ലാ നെഗറ്റീവും ആദ്യം എഴുതാം, പിന്നീട് എഴുതാം, അങ്ങനെ എഴുതാം. പക്ഷെ എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റൈൽ എന്താണ്, പെട്ടെന്ന് നമുക്ക് ഒരു എക്സാമിന് ഒരു ഫ്രഷ് ലുക്ക് തരും. ഓക്കെ, പക്ഷെ ടോപ്പിക്സ് എന്ത് ചെയ്യാം, ടോപ്പിക്സ് അറിഞ്ഞ് വേണം എഴുതാൻ, വെറുതെ പോയിട്ടൊരു ഇത് എഴുതരുത്. അത് ഇതിനകത്ത് പോസിബിൾ ആണോ, ഇത്തരത്തിലുള്ള രണ്ട് സൈഡുള്ള ഒരേ സാധനത്തിന് രണ്ട് സൈഡ്, ജുഡീഷ്യൽ ആക്ടിവിസം, അതിനെ പോസിറ്റീവായിട്ട് നമുക്ക് പറയാം, ക്രിട്ടിസൈസ് ചെയ്യാനുള്ള പോയിന്റ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഇതിനകത്ത് നമ്പർ ഓഫ് പോയിന്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഈക്വൽ നമ്പർ ഓഫ് പോയിന്റ്സ് നമുക്ക് വേണം. അതായത് പ്രോബ്ലം നമ്മൾ 10 പറയുവാണെങ്കിൽ 10 സൊല്യൂഷനും പറയണ്ടേ ഇവിടെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈക്വൽ സൈഡിൽ പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കിന് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, പ്രോബ്ലം സൊല്യൂഷൻ മെത്തേഡ് എഴുതാൻ പാടുള്ളൂ എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസ് ഡിബേറ്റ് പോലെ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പം സയൻസ് ആൻഡ് റിലീജിയൻ ആർ ദേ റിയലി കോമ്പാറ്റബിൾ, ഒരു ഡിബേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങളായിരിക്കും ഈ സയൻസ് ആൻഡ് റിലീജിയൻ ഞാൻ പറഞ്ഞില്ലേ PYQ, ഇതൊരു PYQ വന്ന ചോദ്യമാണ്, ഇതൊരു PYQ തന്നെയാണ്. ഹിസ്റ്ററി ഈസ് എ സീരീസ് ഓഫ് വിക്ടറി വോൺ ബൈ സയന്റിഫിക് മാൻ ഓവർ ദി റൊമാൻറ്റിക് മാൻ. ഇത് രണ്ടും എന്താണ്, ആക്ച്വലി ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ രണ്ടും രണ്ട് ടൈമിൽ വന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ ക്വസ്റ്റിനും എഴുതാൻ പറ്റും. എപ്പോഴും ഇങ്ങനെ UPSC ഒരു ചോദ്യം മിക്ക ഇയറിലും ചോദിക്കാറുണ്ട്. അതായത് എന്താണ്, സയൻസ് വേഴ്സസ് റൊമാൻറ്റിസിസം, അല്ലെങ്കിൽ എന്താണ് സയൻസ് വേഴ്സസ് ലിറ്ററേച്ചർ, ഇതുപോലെയുള്ളത്. ഒരു സൈഡിൽ സയൻസ് ആയിരിക്കും, ഒരു സൈഡിൽ എന്തായിരിക്കും ലിറ്ററേച്ചർ ആയിരിക്കും. അപ്പൊ ഇതിന്റെ സയൻസ് ബേസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ള കുറെ പോയിന്റ് നമുക്ക് വേണം, ഇതും സപ്പോർട്ട് ചെയ്യാനുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് വേണം. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും, ഇത് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിനകത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ട്, വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. സോ ഇത്തരത്തിൽ എന്താണ്, നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്തിട്ടും എസ്സേന്റെ പോയിന്റ്സുകൾ എഴുതാന്നുള്ളതാണ്. ദെൻ സെക്ടോറിയൽ ആണ്. സെക്ടോറിയൽ എന്ന് പറയുമ്പം നെവർ എവർ റൈറ്റ് ദാറ്റ് സോഷ്യലി, പൊളിറ്റിക്കലി, ഇപ്പോഴും നിങ്ങൾ GSന്റെ ആൻസർ എഴുതുമ്പോൾ അങ്ങനെ എഴുതാറുണ്ടെന്ന് എനിക്കറിയാം, എൻവയോൺമെന്റലി എന്ന് പറഞ്ഞിങ്ങനെ എഴുതരുത്, വിച്ച് ഈസ് നോട്ട് സെക്ടോറൽ. സെക്ടോറൽ ഈസ് ജസ്റ്റ് തിങ്ക്. ഈ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് തിങ്ക് ചെയ്യാം. സോഷ്യലി നിങ്ങൾക്ക് ഒരു പോയിന്റ് കൊണ്ടുവരാം, പൊളിറ്റിക്കലി പോയിന്റ് കൊണ്ടുവരാം, ബട്ട് ഡോണ്ട് റൈറ്റ് സെക്കൻഡറി, പൊളിറ്റിക്കലി, തേർഡ് എക്കണോമിക്കലി. ഇതൊക്കെ GSൽ ഔട്ട്ഡേറ്റഡ് ആയി. അബ്സ്ട്രാക്റ്റിലൊന്നും നിങ്ങൾക്ക് അബ്സ്ട്രാക്ട് എസ്സേയിൽ ഇങ്ങനത്തെ സെക്ടോറലായിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് എഴുതാനും പറ്റില്ല. റാദർ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് നിങ്ങൾക്കുള്ള എക്സാമ്പിൾസ് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾ ആൻസേഴ്സ് എന്തായിരിക്കും, പല ഏരിയയിൽ നിന്ന് നോക്കി നിൽക്കുന്ന പല ഏരിയകളിലെ എക്സാമ്പിൾസിൽ എടുത്തിട്ടുള്ള ഒരു അനാലിസിസ് ആയിട്ട് നിങ്ങളുടെ എസ്സേ എന്ത് ചെയ്യും, ഫീൽ ചെയ്യുന്നുള്ളതാണ്. അതിലുപരി എന്താണ്, എസ്സേസിൽ കുറച്ചുകൂടി എന്തായിരിക്കണം, നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത് ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോഡി എഴുതാം. സോ ഇത് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് എഴുതുന്നത് പറയാം. ടൈമിന്റെ ലിമിറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട്, കാരണം നമ്മൾ തീരില്ല എന്നുള്ളതാണ്. അനദർ ആസ്പെക്ട്, സെക്കൻഡ് ലാസ്റ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് കൺക്ലൂഷന്റെ ആസ്പെക്ട്സ് ആണ്. കൺക്ലൂഷന്റെ കാര്യത്തിൽ വരുമ്പോഴും പല ആളുകളും ചെയ്യുന്നത്, കൺക്ലൂഷനിൽ ഒരു പാരഗ്രാഫ് ആണ് നിങ്ങൾ കൺക്ലൂഷൻ ആയിട്ട് എഴുതുക. ഈ പാരഗ്രാഫ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ GS ആൻസറിന്റെ കൺക്ലൂഷൻ ആണ്, നോട്ട് ഫോർ യുവർ എസ്സേ ആൻസർ. എസ്സേ ആൻസറിന്റെ കൺക്ലൂഷൻ അഗെയിൻ അപ് ടു 300 വേർഡ്സ് വരെ നിങ്ങൾക്ക് വരാം. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് എന്തെയും 1.25 പേജ് ഓളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കൺക്ലൂഷൻ എഴുതണം എന്നുള്ളതാണ്. അതായത് കൺക്ലൂഷൻ വിൽ ബി ഹാവിംഗ് മൾട്ടിപ്പിൾ പാരഗ്രാഫ്സ്. ഓക്കെ, കൺക്ലൂഷൻ വിൽ ബി ഹാവിംഗ് മൾട്ടിപ്പിൾ പാരഗ്രാഫ് ആയിരിക്കും കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവന്നു, അതിനെന്ത് ചെയ്തു, ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. ഈ സ്റ്റാൻഡ് എടുക്കുക എന്ന് പറയുന്നതാണ് അടുത്ത എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ കൺക്ലൂഡിങ് ആർഗ്യുമെന്റിൽ നിങ്ങൾ എഴുതേണ്ട സാധനം. അപ്പൊ ആ സ്റ്റാൻഡ് എടുക്കുമ്പോൾ സ്റ്റാൻഡ് നിങ്ങൾക്ക് പറയണം, ആ സ്റ്റാൻഡിലേക്ക് നമുക്ക് എങ്ങനെ എത്താം, അതിൽ നിന്ന് നിങ്ങളുടെ വിഷൻ എന്താന്നുള്ള സാധനം കൂടി നിങ്ങൾക്ക് പറയണം. അപ്പൊ 3-4 പാരഗ്രാഫ് തന്നെ നിങ്ങൾക്ക് കൺക്ലൂഷനിൽ എഴുതാനുണ്ട്, ഷോർട്ട് പാരഗ്രാഫ്. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യണം, ഒരു 2-3 പാരഗ്രാഫിലേക്കായിരിക്കും നിങ്ങളുടെ കൺക്ലൂഷൻ ഉണ്ടാവുക. പാരഗ്രാഫ് അല്ല കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ആർഗ്യുമെന്റ് ആണ്, ഒരു വ്യൂ പോയിന്റ് ആണ്, നിങ്ങളുടെ സ്റ്റാൻഡ് ആണ് നിങ്ങളുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾ കൺക്ലൂഷൻ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൺക്ലൂഷനിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ പുതിയ എന്ത് ചെയ്യരുത്, ഈ രണ്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാൻഡ് എടുക്കാം. ഇത് ഈ നേരത്തെ ഡിസ്കസ് ചെയ്തതായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനം പോയിട്ട് കൺക്ലൂഷനിൽ കൊണ്ടുവരുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലൈഫ് ഈസ് എ ജേർണീന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ലൈഫ് ആസ് എ ജേർണി നമ്മൾ പറഞ്ഞു, ലൈഫ് ആസ് എ ഡെസ്റ്റിനേഷനും പറഞ്ഞു.
ഇത് രണ്ടും അല്ലാതെ പുതിയൊരു സാധനം കൊണ്ടൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യരുത്. ഓക്കെ, ഈ രണ്ടെണ്ണത്തിന്റെ ഒരു മിഡ് പാത്താണ് ഇനി നമുക്ക് പിടിക്കാനുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ മിഡ് പാത്ത് എങ്ങനെ പിടിക്കാം, ഇതാണ് ഇമ്പോർട്ടന്റ്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണെന്നുള്ള ഒരു ആസ്പെക്ട് ആണ് നമ്മളിവിടെ ഫൈനലി എടുക്കുന്ന കൺക്ലൂഷൻ. അതല്ലാതെ ഇതുവരെ നിങ്ങൾ ഒരു ഡിസ്കഷനും ചെയ്യാത്ത ഒരു ടോപ്പിക് പോയി കൺക്ലൂഷനിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 90% അല്ലെങ്കിൽ 80% നിങ്ങൾ എസ്സേയും വേറെ ഒന്നിനോ പറ്റിയും, നിങ്ങൾ അവസാനത്തെ 20% എസ്സേ വേറെ എന്തിനോ പറ്റി ഇരിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പൊ മാർക്ക് കിട്ടില്ല. ആൻഡ് കൺക്ലൂഷൻ ഈസ് റിയലി ഇമ്പോർട്ടന്റ്. കാരണം കൺക്ലൂഷൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഉടനെ എന്ത് ചെയ്യും, ആ ഒരു മാർക്കിന്റെ ഇമ്പാക്റ്റിൽ കൺക്ലൂഷൻ ഭയങ്കര ഇതുണ്ട്. ഈ ബോഡിയിൽ കുറച്ച് സ്ഥലങ്ങളിൽ പാളിപ്പോവും. കാരണം ഇൻട്രൊഡക്ഷൻ നമുക്ക് അത്യാവശ്യം മര്യാദയ്ക്ക് എഴുതാൻ പറ്റും, കാരണം 1.5 പേജ് എഴുതിയാൽ മതി. ബോഡി അഗെയിൻ ഇറ്റ്സ് വിൽ ബി അറൌണ്ട് 8 to 9 പേജിലാണ് നിങ്ങൾ ബോഡി എഴുതുന്നത്. ഈ 9 പേജിൽ ഇടയിൽ പല സ്ഥലങ്ങളിലും പാളി പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഇന്ന് ചിലതാണ് തെറ്റിപ്പോകും. അപ്പം ഇതൊക്കെ മേക്കപ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത്, ഇതൊക്കെ എക്സാമിനെ കൊണ്ട് മറന്നു പോയിട്ട് ആ ക്ലൈമാക്സ് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫൈനലി നമ്മൾ സിനിമ തിയേറ്ററിൽ നിന്ന് വാക്കൗട്ട് ചെയ്യുന്നത് ക്ലൈമാക്സ് അടിപൊളിയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. ഇനി പടം അത്ര അടിപൊളിയാണ് പക്ഷെ ക്ലൈമാക്സ് ഭയങ്കര ബോറാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, പടം കൊള്ളില്ല, കുഴപ്പമില്ല, കണ്ടിരിക്കാന്നേ ഉള്ളൂ എന്ന് മാത്രം പറയും. അപ്പൊ ക്ലൈമാക്സ് നല്ലതാണെന്നുണ്ടെങ്കിൽ ചില മിസ്റ്റേക്സ് ഇൻ ദ ബോഡി എന്ത് ചെയ്യും, ആളുകൾ മറന്നു പോകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഷോർട്ട് ടൈം ഫീലിങ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ ക്ലൈമാക്സ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ത് ചെയ്യണം, ബെറ്റർ ആക്കി എഴുതണം. സോ ഇവിടെ നമ്മളിപ്പോ ഒരു ബെറ്റർ സാധനം, എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കൺക്ലൂഷൻ ഷുഡ് ബി ഹാവിങ് സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു ഇഷ്യൂസിനെ പറ്റി എങ്ങനെ അതിൽ എത്തണം, ഒരു വേ ഫോർവേഡ് എന്നൊന്നും എഡിങ് നിങ്ങൾ എഴുതരുത്. പക്ഷെ എന്ത് ചെയ്യണം, ഒരു സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ടായിരിക്കണം. ഒരു പ്രോബ്ലത്തെ പറ്റിയാണ് നിങ്ങളുടെ ഇഷ്യൂ എങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ഡിബേറ്റ് ആണ്. ഇപ്പൊ സയൻസ് ആണോ അല്ലെങ്കിൽ ഹിസ്റ്ററി ഈസ് എ വിക്ടറി ഓഫ് സയന്റിഫിക് മാൻ ഓവർ ദി റൊമാൻറ്റിക് മാൻ എന്ന് പറയുമ്പം ഇവിടെ സയൻസ് ആണോ ലിറ്ററേച്ചറിനാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു മിഡിൽ പാത്ത് ആണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാലോ. സയൻസ് മാത്രം കൊണ്ട് ലോകം എന്തായാലും നന്നാവില്ല. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് സയൻസ് ആസ് വെൽ ആസ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് എന്തെന്ന് പറയുന്നത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. കാരണം ലിറ്ററേച്ചറിൽ നിന്ന് തന്നെയാണ് സയൻസ് ഉണ്ടായത് പോലും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവിടെ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ്, നമ്മുടെ ബാലൻസ്ഡ് സ്റ്റാൻഡ് ആണ് എടുക്കേണ്ടത്. അപ്പൊ ആ ബാലൻസ്ഡ് സ്റ്റാൻഡിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റണം. അപ്പൊ ഇവിടെ കൺക്ലൂഷനിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ട്രാൻസിഷൻ വേർഡ്സിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. സോ സമ്മപ്പ് ചെയ്യാം, കൺക്ലൂഷൻ, അങ്ങനെ എല്ലാ ഭാഗത്തിലും നിങ്ങൾക്ക് ട്രാൻസിഷൻ വേർഡ് ഉണ്ട്, ദാറ്റ് വി വിൽ ബി പ്രൊവൈഡിങ്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ കൺക്ലൂഷനിലേക്ക് യു ക്യാൻ റൈറ്റ് എ റെട്ടോറിക് സെന്റൻസ്. റെട്ടോറിക് സെന്റൻസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഒരു സാധനത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അടിപൊളി വേർഡ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ട് ഒരു ചെറിയ പാരഗ്രാഫ്, അവസാനത്തെ പാരഗ്രാഫ് എന്തായിരിക്കും, ഭയങ്കര റെട്ടോറിക് ആയിരിക്കും. ഇവിടെ നിങ്ങൾ കുറച്ചുകൂടി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ പറഞ്ഞ സ്റ്റോറി ഇല്ലേ, ആ ക്യാരക്ടറിനെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവരാം, കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, അതിനൊരു സൊല്യൂഷൻ കൊടുക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ അതേ ഹുക്ക് ഇടണം. എങ്ങനെയാ ഹുക്ക് ഇടുക, ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ഓൾറെഡി എഴുതി പോകുന്ന സ്ഥാനത്ത് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ ഒരു സാധനം റിവീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ സിനിമയ്ക്കിലേക്ക് കണ്ടില്ല, ചില സാധനങ്ങൾ റിവീൽ ചെയ്യില്ല, അത് അവിടെ തന്നെ ഇട്ട് വെക്കും. സോ ആ സാധനം റിവീൽ ചെയ്യാത്ത സാധനം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, അവസാനത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് റിവീൽ ചെയ്ത് കാണിക്കുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ പല സാധനങ്ങളും, ഇപ്പം നിങ്ങൾ ലോക മൂവി ഇപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനകത്ത് മൂത്തോൻ എന്ന് പറയുന്നില്ലേ, പക്ഷെ മൂത്തോൻ ആരാരെന്നുള്ളത് നമ്മൾ കാണിക്കുന്നുണ്ടോ? പക്ഷെ എന്ത് ചെയ്യും, അടുത്ത ഇത് ലോക പല ചാപ്റ്റർ ഉള്ളതുകൊണ്ട് പിന്നീട് കാണിക്കുന്നു. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ ടൊവിനോ പറയുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, ചാർലി അപ്പുറം ഉണ്ട്, ചാർലിനോട് ഞാൻ പോവാന്നുള്ളത്. ദുൽഖർ ആണെന്ന് നമുക്ക് അറിയാം, പക്ഷെ ദുൽഖർ എന്നുള്ളത് റിവീൽ ചെയ്യുന്നില്ല, പക്ഷെ ആ ഹുക്ക് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഫൈനലി പോയി റിവീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷനിൽ എല്ലാം കൂടെ ഞങ്ങൾ വെട്ടി തുറന്ന് പറയാതിരിക്കാം, പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. വെട്ടി തുറന്ന് പറയാതെ ചില സാധനങ്ങൾ റിവീൽ ചെയ്തിട്ട്, ഒരു സാധനത്തിന് എപ്പോഴും എക്സാമിനറിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനത്തിന് ഉത്തരം കിട്ടാത്ത പോലെ വേണേ ഇരിക്കാം. അപ്പൊ എക്സാമിനർ എപ്പോഴും ഉള്ളിൽ ഉത്തരം കിട്ടാത്ത സാധനം എക്സാമിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ഹുക്ക് അവിടെ ഇട്ടിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, നിങ്ങൾ റിവീൽ ചെയ്യാം. ആൻഡ് ഫൈനലി അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്ത് ചെയ്യാം, അതിനുള്ള ഉത്തരമായിട്ട് ഇതിന്റെ കൺക്ലൂഷനിലേക്ക് വരിക എന്നുള്ളതാണ്. സോ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യും, എക്സാമിനർ പുള്ളി ഒരു സാധനം തേടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഫൈനലി ഓക്കെ, ദാറ്റ് ഇസ് ഗ്രേറ്റ്. ആ ഒരു ഫീല്, വാവ് ഫീലിംഗ് എന്ത് ചെയ്യും, വാവ് ഫാക്ടർ. ഒരു എസ്സേയില് എന്നിട്ട് 13 പേജ് നമ്മൾ എഴുതണം, 12 പേജ് എഴുതണം. അപ്പൊ 12-13 പേജ് എഴുതുന്നതിൽ ഒരു 2-3 വാവ് ഫാക്ടർ ഇങ്ങനെ എക്സാമിനറിന് വായിക്കുമ്പോൾ തോന്നിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ എസ്സേക്ക് നല്ല മാർക്ക് കിട്ടും. അത്രയും സിമ്പിൾ ആണ് എസ്സേ എഴുതാന്ന് പറയുന്നത്. അപ്പൊ അല്ലാതെ എല്ലാ പാരഗ്രാഫിലും എക്സാമിനെ കൊണ്ട് വാവ് ചൊല്ലിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം എന്താണ്, കാരണം കുറെ നമ്മൾ അയാൾക്കും അറിയുന്ന സാധനങ്ങൾ തന്നെയായിരിക്കും നമ്മൾ എഴുതുക. അവിടെ നമ്മളതായിട്ടുള്ള അനാലിറ്റിക്സും നമ്മളതായിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറെന്റ് ആക്കുന്നത്. അപ്പൊ അത് പ്രാക്ടീസിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ്, നിങ്ങൾ തോട്ട് പ്രോസസ് റിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പോയിന്റ്സ് ഈ എല്ലാം പറഞ്ഞാൽ ഇൻട്രൊഡക്ഷനിൽ എന്താ കൊണ്ടുവരാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺക്ലൂഷനിലും കൊണ്ടുവരാം. ഓക്കെ, റെട്ടോറിക് സെന്റൻസ് കൊണ്ടുവരാൻ പറ്റും, പോയംസ് കൊണ്ടുവരാൻ പറ്റും, അനിക്ഡോട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പക്ഷെ
ഓൾ ടുഗദർ പുതിയൊരു ആർഗ്യുമെന്റോ പുതിയൊരു ഒരു 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 കൺക്ലൂഷനോ എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീണ്ടും കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ക്യാരക്ടറിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഇപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇത് ഇങ്ങനെയാണ് നമുക്കൊരു ഇൻട്രൊഡക്ഷന്റെ ബോഡി അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷന്റെ കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷന്റെ എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു ഇത് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഒരു ജനറൽ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് എസ്സേന്റെ 3 ഭാഗങ്ങളായിട്ട് വീതിക്കുക, എങ്ങനെയാണ് ഒരു ടോപ്പിക് എടുക്കേണ്ടത്, എങ്ങനെയാണ് ആ ടോപ്പിക്കിലേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഒരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു കുറെ റിക്കറിംഗ് ടോപ്പിക്സുകൾ ഉണ്ട്. ഓരോ ടോപ്പിക്സും എന്താണ്, ഒരേ സെയിം ലെവലിലുള്ള ടോപ്പിക്സ് ആണ്. അതിനകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സയൻസ് നോളജ് ഒക്കെ തന്നെ ടോപ്പിൽ നമ്മൾ പറഞ്ഞു, ഇപ്പൊ റിയൽ ഈസ് റാഷണൽ ആൻഡ് റാഷണൽ ഈസ് റിയൽ. അതേപോലെ തന്നെ ഹിസ്റ്ററി ഈസ് എ സീരീസ് ഓഫ് വിക്ടറി ആൻഡ് വാട്ട് ഈസ് റിസർച്ച് ബ്ലൈൻഡ് റേറ്റ് വിത്ത് നോളജ്, മാത്തമാറ്റിക്സ്, സോ എവറിത്തിങ് ഈസ് റിലേറ്റഡ്. PYQ ഉണ്ട്. ഒരേ ടോപ്പിക് സെയിം കണ്ടന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാം എന്താണ് പല വർഷങ്ങൾ വന്ന ടോപ്പിക്കാണ്, പക്ഷെ ഒരു വൺ സെറ്റ് ഓഫ് കണ്ടന്റ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് ഓൾ ദോസ് എസ്സേസ്. അങ്ങനെ ഒരു 8 തീമോളം നിങ്ങൾക്ക് എന്താണ്, അറ്റ്ലീസ്റ്റ് ഇഫ് യു ആർ ഹാവിംഗ് ആൻ അണ്ടർസ്റ്റാൻഡിങ് യു ക്യാൻ റൈറ്റ് ആൻ എസ്സേ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സെഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ബേസിക്കലി നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ നേച്ചർ ഓഫ് എസ്സേസ് കണ്ടെത്താൻ പറ്റും. ബിക്കോസ് ആസ് വി ഡിസ്കസ് ദർ ആർ 8 എസ്സേസ്. പക്ഷെ 8 എസ്സേസ് ആണെന്നുണ്ടെങ്കിലും 8 തീം ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഈ വർഷത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, ഈ വർഷത്തിൽ എത്രയാണ് മൊത്തം 8 എസ്സേ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 4 തീം ഡിഫറെന്റ് ആണ്. പക്ഷെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പം എന്താണ്, 2 തീമുകൾ റിപ്പീറ്റേഷൻ ആണ്, ഒരു തീം 4ാമത്തെ റിപ്പീറ്റേഷൻ ആണ്. അപ്പൊ മൊത്തം 6 തീം മാത്രമേ ഈ പ്രാവശ്യത്തെ എസ്സേയിൽ ചോദിച്ചിട്ടുള്ളൂ. അപ്പം ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 6 തീമിൽ 4 തീം അറിയുന്നുണ്ടെങ്കിൽ യു ക്യാൻ സമ്മൗ ഏതെങ്കിലും ഒരു തീം എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നതാണ്. അപ്പം ഈ തീംസ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അതിനകത്ത് പ്രിപ്പയർ ചെയ്യണം, അതിനകത്ത് കണ്ടന്റ് ഡെവലപ്പ് ചെയ്യണം, അതിനകത്ത് എഴുതുന്ന നിങ്ങളുടെ നേച്ചറിനനുസരിച്ചിട്ട് നിങ്ങളുടെ എസ്സേസിന് എന്ത് ചെയ്യണം, ഷേപ്പ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മളിവിടെ ചെയ്യിക്കുക, നിങ്ങളെ കൊണ്ട് എസ്സേ എഴുതിപ്പിക്കും. എസ്സേ എഴുതിപ്പിച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് അറ്റ് പ്രസന്റ് ഇപ്പോൾ എഴുതുന്നത് എന്നുള്ളത് വി വിൽ മേക്ക് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇറ്റ്. അതിൽ നിന്നായിരിക്കും വി വിൽ ഡെവലപ്പ്. സോ ഓരോരുത്തരുടെ എസ്സേ യൂണീക്ക് ആയതുകൊണ്ട് തന്നെ വി കാൺ ഗിവ് വൺ സ്ട്രക്ചർ മോഡൽ, ഇങ്ങനെ തന്നെ എസ്സേ എഴുതണം, ഇങ്ങനെ തന്നെ എഴുതണം എന്ന് പറയില്ല. വി വിൽ ഓൾസോ കൺസിഡർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ചില ആളുകൾക്ക് ക്രിയേറ്റീവ് റൈറ്റിംഗ് ഉണ്ടാവും, ഫോർ ദം ഇറ്റ്സ് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ. ചില ആളുകൾക്ക് ക്രിയേറ്റീവ് റൈറ്റിംഗ് കുറവായിരിക്കും, അവർക്ക് ചില ടെക്നിക്സുകൾ വേണ്ടി വരും. അങ്ങനെ ഇറ്റ് ഈസ് ഡിപ്പെൻസ്. ചില ആളുകൾക്ക് സയന്റിഫിക് ടോപ്പിക്കുകൾ ഭയങ്കര രസമായിരിക്കും എഴുതാൻ പറ്റും, ചിലർക്ക് ലിറ്ററേച്ചർ ആയിരിക്കും. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ് ഓൺ ഇൻഡിവിജ്വൽ ആണ്. നമ്മളിവിടെ എല്ലാ സാധനവും അങ്ങനെ തന്നെയാണ്. ദർ ഇസ് നോ വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ. വി ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. സോ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ പ്രോഗ്രാമും നമ്മൾ പോവുക. ഓക്കെ, ഇത്രയാണ് നമുക്ക് എസ്സേന്റെ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഇവിടെ പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ 15th സെപ്റ്റംബറിൽ നമ്മുടെ അടുത്ത സെഷൻ ഉണ്ട്. ദാറ്റ് ഈസ് കമ്മിങ് മൺഡേ ഓൺ അറ്റ് 7 o'clock itself. ഓക്കെ, ഇതുവരെ ഉള്ളതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പറഞ്ഞേ. 2 സെയിം വാല്യൂ ചെയ്യുന്ന ഒരൊറ്റ ആണോ? അതെ അതെ അതെ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? 2 എസ്സേയിലും ഇപ്പൊ ബേസിക്കലി എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറാണ് ഒരാൾക്ക് കൊടുക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു എസ്സേയിൽ അതേ തീമോ അതേ സാധനം എന്ത് ചെയ്യരുത്, റിപ്പീറ്റഡ് ആവാതിരിക്കാൻ ശ്രമിക്കുക. സെയിം ഇൻട്രൊഡക്ഷൻ തന്നെ വീണ്ടും എഴുതാതിരിക്കുക. ഓക്കെ, അയാളെ ബോറടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട സാധനം. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള സാധനം. അപ്പം നിങ്ങൾക്ക് അതുകൊണ്ടാണ് റൈറ്റിംഗിൽ ഒരു സ്ട്രക്ചർ തന്നെ എപ്പോഴും എടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 3-4 ടൈപ്പ് ഓഫ് റൈറ്റിംഗ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് വെക്കണം. അപ്പൊ നിങ്ങൾക്ക് 2 എസ്സേയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് ടൈപ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഡിഫറൻസ് ഫീൽ ചെയ്യും. മറ്റേത് എന്ത് ചെയ്യും, സെയിം സാധനത്തിന്റെ ഡിക്റ്റോ കോപ്പി ടോപ്പിക്ക് മാറി എന്നുള്ളത് രീതിയിൽ തോന്നുള്ളൂ, വിച്ച് അഗൈൻ റെഡ്യൂസ് ദ മാർക്ക് ഫോർ സെക്കൻഡ് എസ്സേ. അപ്പൊ അത് എന്ത് ചെയ്യുക, റൈറ്റ് 2 ഡിഫറെന്റ് സ്റ്റൈലിൽ എസ്സേസ് എഴുതി പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, I hope you guys understood about essay is not that difficult like you have seems to be. അല്ലേ, കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. വളരെ ചെറിയ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്സേ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ? മനസ്സിലായി? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എസ്സേ നിങ്ങൾ വിചാരിച്ചത്ര സിമ്പിൾ അല്ല, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പൊടിക്കൈയൊക്കെ ഇടാൻ പറ്റുന്ന സാധനം മനസ്സിലായി? സാർ, ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം നമ്മള് മെയിൻ ആയിട്ട്? വളരെ വലിയ മീൻസ് വളരെ എന്താ പറയാ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ്, ശശി തരൂരിന്റെ ഇംഗ്ലീഷ് ഒന്നും വേണ്ട. നമ്മൾ NCERT എഴുതുന്ന വളരെ ബേസിക് ലാംഗ്വേജ് മതി. ഗ്രാമർ മിസ്റ്റേക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമർ മിസ്റ്റേക്സുകൾ കുറയ്ക്കുക മാക്സിമം. പക്ഷെ ഗ്രാമർ മിസ്റ്റേക്ക് കംപ്ലീറ്റ് ആയിട്ട് ആർക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു 1200 വേർഡ് എഴുതുമ്പോൾ
എപ്പോഴും നമ്മളതിന് അറിയാതെ സ്പെല്ലിങ്സ് നമ്മൾ മറന്നു പോകും ചില സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഓർക്കാതെ നമ്മളതിന് ആ സ്പെല്ലിംഗ് തെറ്റിപ്പോവും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗ്രാമർ മിസ്റ്റേക്ക് അവിടെ ഇവിടെയൊക്കെ വരും. അത് വളരെ നോർമലാണ്, അത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്, അത് നിങ്ങൾക്കും സംഭവിക്കും എന്നുള്ളതാണ്. പക്ഷെ വലിയ വലിയ മിസ്റ്റേക്സുകൾ എന്ത് ചെയ്യാതിരിക്കുക, ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാമർ ഭയങ്കര പ്രോബ്ലം ഒന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ് എന്നുള്ളതാണ്. കാരണം അത് ഇവിടെ ചെറിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, പീനലൈസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഒരു NCERT 6ാം ക്ലാസ് NCERT എഴുതുന്ന ആ ഒരു ലാംഗ്വേജ് ഇല്ലേ, 6ാം ക്ലാസ് NCERT, ആ ഒരു ലാംഗ്വേജ് മതി. ആ അത്രയും വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, കാര്യങ്ങൾ പറഞ്ഞാൽ മതി, സിമ്പിൾ വേർഡ്സ് യൂസ് ചെയ്താൽ മതി. ഭയങ്കര ഫ്ലവറി ലാംഗ്വേജസ് ഒന്നല്ല. എസ്എ ഡസൻ മീൻ ഫ്ലവറി ലാംഗ്വേജ്. കണ്ടന്റിന്റെ ഫ്ലോയും കണ്ടന്റിന്റെ സ്ട്രക്ചറും ഓർഡറും ആണ് വേണ്ടത്, ഫ്ലവറി ലാംഗ്വേജ് അല്ല. മിസ്റ്റേക്ക് ചെയ്യരുത്, വലിയ വലിയ വേർഡ് കൊണ്ടുവരരുത്. എക്സെ കോംപ്ലക്സ് ആയിപ്പോകും. കോംപ്ലക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1200 പേജ് വായിക്കാൻ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സിമ്പിൾ സാധനം വായിക്കാനാണ് എല്ലാവർക്കും ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്, ബട്ട് നോട്ട് ലൈക്ക് ദി ഇംഗ്ലീഷ് നോർമൽ. ഓക്കെ, വേറൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വി വിൽ വൈൻഡ് അപ്പ് and we'll meet again in this next session 15th September. We will again there will be a session. Okay, brainstorming session ആയിരിക്കും, teams and brainstorming session. Then on 17th we will write the first essay. So based on that we you will be getting an individual mentorship for each essay. Basically ഒരു മെന്റർ ആയിട്ട് നമ്മൾ എത്തിക്സിന്റെ പ്രോഗ്രാമിൽ കുറച്ചുകൂടി നമ്മൾ ചെയ്തിട്ടുള്ളത് വോയിസ് ഫീഡ്ബാക്ക് ആണ്. കാരണം നിങ്ങൾക്ക് അറിയാം നമ്മൾ വളരെ ചീപ്പായിട്ട്, വളരെ അഫോർഡബിൾ ആയിട്ട്, വളരെ എല്ലാവർക്കും ആക്സസിബിൾ ആയ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ആൻസറിന് വേണ്ടിയിട്ട് മീൻസ് 1-2 പേജിന് വേണ്ടിയിട്ട് ഒരാളെ ഗൂഗിൾ മീറ്റിൽ വിളിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഭയങ്കര ഹെക്ടിക് ആണ്. അത് ഡെയിലി അത് ചെയ്യാന്ന് പറയുന്നത്, 30 ദിവസം ചെയ്യാന്ന് പറയുന്നത്, ഒരു ആൻസറിന് നമ്മൾ എടുത്ത് ഓണാക്കുമ്പോൾ തന്നെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മീറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ബട്ട് എസ്സേ കുറച്ചുകൂടി 10-12 പേജിലുണ്ട്, കുറച്ചുകൂടി കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാണ്ട്. സോ വിത്ത് റെസ്പെക്ട് എസ്സേ വി വിൽ ബി ഹാവിങ് 1-on-1 ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. അപ്പം വോയിസ് ഫീഡ്ബാക്ക് ആയിരിക്കില്ല, ബേസിക്കലി 1-on-1 ഡയറക്റ്റ് ഫീഡ്ബാക്ക് ആയിരിക്കും ഫ്രം ദ മെന്റർ സൈഡ്. ആൻഡ് വി ഹാവ് എ ബിഗ് ലൈൻ ഓഫ് മെന്റേഴ്സ് വിച്ച് ആർ വെരി experienced as well as considerative of. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരെയും ഒരേപോലെ ട്രെയിൻ ചെയ്ത്, ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് അവർക്ക് തോന്നിയ പോലെ ചെയ്യുന്ന രീതിയല്ല നമ്മളിവിടെ ചെയ്യുന്നത്. വി വിൽ ട്രെയിൻ ഓൾ ദ മെന്റേഴ്സ് ബിഫോർ ദി തിങ്സ് ആർ ഹാപ്പനിങ്. സോ നിങ്ങൾക്കുള്ള പോലെ തന്നെ മെന്റേഴ്സിന് ഞങ്ങൾക്ക് ഇവിടെ ട്രെയിനിങ് ഉണ്ട്. സോ വി വിൽ ട്രെയിൻ ദ മെന്റേഴ്സ്. അതുപോലെ തന്നെ നമ്മളും അതിനകത്ത് ഉണ്ടാവും, ടീമിലുണ്ടാവും. സോ ബേസിക്കലി 1-on-1 മെന്റർഷിപ്പ് ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ആർ അണ്ടർസ്റ്റുഡ് ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ്. Okay, thank you.